إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നേതാക്കളെ, അതിൽ സീബ് ഘടകത്തിന്റെ സാരഥികളെ, ഇവിടെ ഒത്തുചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഉദ്യമം, ഈ യുദ്ധം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. സീബ് എന്ന് പറയുമ്പോൾ വളരെ വൈകാരികമായ ഒരു ബന്ധമുള്ള ഒരു പ്രദേശമാണ്. കാരണം ആദ്യമായി ഒമാനിൽ ഞാൻ താമസിച്ചതും ഈദ്ഗാഹ് നടത്തിയതും സീബിലാണ്. മാത്രമല്ല, ഇവിടുത്തെ ആദ്യത്തെ പടിയൊക്കെ കയറി ചെല്ലുന്ന നമ്മുടെ സെന്റർ, അവിടെ കുറച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടാനും അന്നുണ്ടായിരുന്ന പ്രവർത്തകരുമായി വളരെ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും സാധിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഞാനിന്നിവിടെ നിൽക്കുമ്പോൾ, ഇവിടെ വരുമ്പോൾ ആ പഴയ മുഖങ്ങളിൽ പലരും ഇവിടെ അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ, ഞാൻ വിചാരിക്കുന്ന കാലമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. അന്ന് കണ്ടതുപോലെ തന്നെ അവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. വീണ്ടും സീബിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഒരു പ്രസംഗത്തെക്കാളെല്ലാം ഉപരി മനസ്സ് തുറക്കുകയും അതുപോലെ തന്നെ പരസ്പരം നമ്മുടെ ഊഷ്മളമായ ആദർശബന്ധം, സ്നേഹബന്ധം, അതിന്റെ ഗുണഫലം ദുനിയാവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. തൗഹീദ് എന്തുകൊണ്ട് പ്രസക്തമാകും എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ട് തൗഹീദ് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളിൽ എന്റെ മനസ്സിനെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു ഉത്തരമുണ്ട്. എന്തുകൊണ്ട് തൗഹീദ്? നമുക്കറിയാം, ഒരു ദിവസം നമ്മുടെ സമീപത്തേക്ക് മലക്കുൽ മൗത്ത് വരും. ഏത് നിമിഷം, ഏത് സമയം എന്നുള്ളത്, ഏത് രൂപത്തിൽ എന്നുള്ളതൊന്നും നമുക്കാർക്കും അറിയാത്ത സംഗതിയാണ്. അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ശ്വാസം അവസാനിച്ചു കഴിഞ്ഞാൽ, അളന്നു തന്ന ശ്വാസം തീർന്നു കഴിഞ്ഞാൽ, എന്തെല്ലാം അധുനാധുനികമായ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മരണത്തിന്റെ പിടിയിൽ നമ്മളെല്ലാവരും വീണുപോകും. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ യഥാർത്ഥത്തിൽ അതാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഓരോ മനുഷ്യരും ഇവിടെ ജീവിക്കുന്നത്. ആ സ്വപ്നങ്ങളിലേക്ക് മനുഷ്യൻ നടന്നെടുത്ത് ഏതാണ്ട് അതെല്ലാം കൈപ്പിടിയിലായി എന്ന് തോന്നുന്ന സമയത്ത് അയാൾ മരിച്ചു പോകും. മരിക്കുമ്പോ ഈ ദുനിയാവിൽ നിന്ന് ഒരു നയാ പൈസ, അത് ഈ നാട്ടിലെ രാജാവാകട്ടെ, സമ്പന്നനാകട്ടെ, സാധാരണക്കാരനാകട്ടെ, ഒന്നും ഇല്ലാതെ, ഒന്നും എടുക്കാതെ നിവർത്തിപ്പിടിച്ച കൈയുമായി ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുക എന്നതാണ് ഈ ലോകത്തിന്റെ ഒരു പൊതുവായ നിലപാട്. ഒന്നും ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോവുക. ഇത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ
അയൽവാസികളെ കണ്ടു, കൂട്ടുകാരെ കണ്ടു, കൂട്ടുകുടുംബാദികളെ കണ്ടു. നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച് എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുപോകുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ ഉപ്പ വേർപെട്ടു പോയ സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മനസ്സിൽ വിഷമം ഉണ്ടാക്കിയ ഒരു സമയമായിരിക്കും അത്. ആഴ്ചകളോളം നമ്മുടെ മനസ്സിനെ ആ വേദന മതിച്ചിട്ടുണ്ടാവും. എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നു, ഉമ്മ മരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷെ ഉപ്പ മരിച്ച ആ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആ വേദന, നൊമ്പരം എനിക്കുണ്ട്. എന്റെ ഒരു സഹോദരൻ എന്റെ നിന്ന് വേർപെട്ടു പോയ, വളരെ ചെറുപ്പത്തിൽ വേർപെട്ടു പോയ ഒരു ഫീലിംഗ് എനിക്കുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഉപ്പ, ഉമ്മ, സഹോദരങ്ങൾ, മക്കൾ, അയൽവാസികൾ, ഫ്രണ്ട്സ്, അങ്ങനെ അവരുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിന്ന ആളുകളുമായി മരണം കൊണ്ട് വേർപെട്ടു പോയ ഓർമ്മകളും ചിന്തകളും നമുക്കുണ്ടാവും. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്റെ ഉപ്പ എന്നിൽ നിന്ന് വേർപെട്ടു പോയെങ്കിൽ, നിങ്ങളുടെ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയെങ്കിൽ, ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും പഴയതുപോലെ അവർ തിരിച്ചു കിട്ടുമോ? ഈ ലോകത്ത് കണ്ട മനുഷ്യർ, ജീവിച്ച മനുഷ്യർ, അല്ലെങ്കിൽ ജീവിച്ച ആളുകൾ, അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു പൂമഴി ഉണ്ടോ? നമ്മളെല്ലാവരും നന്നായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ കൂടി എനിക്ക് എന്റെ ഉപ്പയെ കിട്ടുമെങ്കിൽ, ഒരിക്കൽ കൂടി എനിക്ക് എന്റെ ഉമ്മയെ കിട്ടുമെങ്കിൽ, ഒരിക്കൽ കൂടി എനിക്ക് എന്റെ സഹോദരങ്ങളെ കിട്ടുമെങ്കിൽ, ഒരിക്കൽ കൂടി എന്റെ ഉറ്റമിത്രങ്ങളെ എനിക്ക് കിട്ടുമെങ്കിൽ, ഞാൻ അത് കിട്ടാൻ എന്തും കൊടുക്കാൻ തയ്യാറാണ്. ശരിയല്ലേ? അതിനെന്തെങ്കിലും ഒരു പോംവഴി ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ദൗത്യത്തിന്റെ വലിപ്പവും അതിന്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാവും. നമ്മൾ മുജാഹിദായി പോയി, നമ്മൾ കുറെ തൗഹീദ് ഇങ്ങനെ പറയണം, പ്രസംഗിക്കണം, എങ്കിലേ നമ്മൾ മുജാഹിദായി നിൽക്കുള്ളൂ, നമ്മൾ അങ്ങനെയാണ് എന്നതിനപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന ഈ ദൗത്യത്തിന്റെ വലിപ്പവും വണ്ണവും പ്രാധാന്യവും മനസ്സിലാകുന്നത്, തൗഹീദിന്റെ കാമ്പും കഴമ്പും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാണുമ്പോൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നൊരു കാര്യം, ഒന്ന് മരണം അല്ലാഹു ആവർത്തിച്ചു പറയും, ചില കാര്യങ്ങൾ അല്ലാഹു ആവർത്തിച്ച് പറയും. നമുക്ക് ചിലപ്പോൾ തോന്നി ഇതെന്താണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്? ഖുർആൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ആണും പെണ്ണും. ഖുർആൻ ഇങ്ങനെ ആവർത്തിക്കും, ആണും പെണ്ണും എന്ന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആവർത്തിക്കുമ്പോ, എന്റെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഈ ഖുർആന്റെ ആയത്തുകളൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയ ഒരു കാര്യം, അതെന്തിനാ ഖുർആൻ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിൽ തോന്നുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ത് ആണ് പെണ്ണ് എന്നത് ആവർത്തിച്ച് ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ മക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ജെൻഡർ കൺഫ്യൂഷനാണ്. ആണും പെണ്ണും അല്ല എന്ന ഒരവസ്ഥ ഉണ്ട്, ആണും പെണ്ണും അല്ലാത്തൊരവസ്ഥയുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ ചിന്തിക്കുകയും, ആണും പെണ്ണും തീരുമാനിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ ഫിസിക്കലായ അടയാളങ്ങളും ചിഹ്നങ്ങളും കൊണ്ടല്ല എന്ന് ആലോചിക്കുകയും, അതുപോലെ തന്നെ മനുഷ്യൻ വളർന്നു വലുതായി അവന്റെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ആണിനെയും പെണ്ണിനെയും തീരുമാനിക്കേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ആണ് പെണ്ണ് എന്നിങ്ങനെ ആവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. തൗഹീദ് പറയുമ്പോൾ പോലെ അല്ലാഹു പറയും. അപ്പൊ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ കോസ്മോളജിയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്ന ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാപ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗം അവിടെ എന്താ പറഞ്ഞു? തീർച്ചയായും ആകാശത്തെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്, അത് വികസിച്ചുകൊണ്ടിരിക്കുന്നു, വാസിയായിക്കൊണ്ടിരിക്കുന്നു ഖുർആൻ പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ എന്താ പറയുന്നത്? ഭൂമിയെ സംബന്ധിച്ചാണ്. ഭൂമി ഒരു മഹദ് പോലെയാണ്, ഒരു തൊട്ടിൽ പോലെ സുരക്ഷിതത്വമാണ്. എത്ര നല്ല തൊട്ടിലാണത് എന്നൊക്കെ
വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ ലഅല്ലകും തദക്കറൂൻ. എല്ലാത്തിനെയും ഇണകളാക്കി പടച്ചു, എല്ലാത്തിനെയും ഇണകളാക്കി പടച്ചു എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോ ഇണത്വം എന്ന സംവിധാനത്തെ അല്ലാഹു ഇങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ ആണ് പെണ്ണ് ആണ് പെണ്ണ് ആണ് പെണ്ണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അവിടെ ഇണ ഇണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇണ എന്നുള്ള ഈ ഇണത്വം എന്നുള്ള ആ പറച്ചിലിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് പെണ്ണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയാൻ എന്തുകൊണ്ട് അങ്ങനെ പ്രത്യേകം പറയുന്നു എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇടയിൽ ആ വിഷയത്തിൽ തർക്കം വരും. ഒരു കാലത്ത് ആണും പെണ്ണും എന്നുള്ള വിഷയത്തിൽ തർക്കം വരും. അത് ഏറ്റവും വലിയ മോഡേൺ സയൻസായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമിൽ ഉള്ള ഒരു സംഗതിയാണ്. ഇതുപോലെ വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് മരിക്കും എന്നത്. അത് പറയേണ്ട കാര്യമുണ്ട്. മരിക്കുന്ന ആരോടെങ്കിലും അത് പറയണോ? എത്ര ആയത്തുകളാണ് അല്ലാഹു ഇതിൽ മാറ്റി വെച്ചത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും എന്ന് പറയണോ? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെ ആയിരുന്നാലും മരിക്കും പറയണോ? ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടുന്ന മരണം. അഥവാ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മരിക്കാതിരിക്കാൻ വേണ്ടി ഓടുകയാണ് എല്ലാവരും. നിങ്ങൾ ഓടുന്ന മരണം ഓട്ടത്തിനിടയിൽ ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളുടെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ പറയുന്ന കാര്യമല്ലേ? പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത ഒരു സ്വഭാവമുണ്ട്. മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാരാവുന്നത്? മരണത്തെ പറയുമ്പോൾ ആരാ വന്നത്? വെന്റിലേറ്ററിൽ കിടക്കണം വല്ലുമ്മ അല്ലെ? അതിൽ പ്രായമുള്ള ഒരാള്. മരിക്കും എന്ന് പറയുമ്പോ എന്നിലേക്ക് തിരിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്ത് വെച്ചാൽ അതെനിക്ക് അംഗീകരിക്കാൻ തന്നെ പറ്റില്ല. ഞാൻ മരിക്കോ? മരിക്കുമെന്ന് അറിയാം, പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ട് ഇറങ്ങുന്നില്ല. നമ്മൾ മരിക്കുന്നത് അല്ലെങ്കിൽ ആ മരണം നമ്മൾ ഇറങ്ങുന്നില്ല, മനസ്സിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു നീ മരിക്കും 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 മരിക്കും. ഈ മരിക്കുന്ന ആവർത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു തോട്ട് എന്താന്ന് വെച്ചാൽ ജീവിതം മാത്രമാണ്. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യപ്പെട്ട ആളുകളാണ്. നമ്മുടെ പരക്കമ്പാച്ചില്, ഓട്ടം, പഠനം, നമ്മുടെ വീട്, നമ്മളൊക്കെ വെച്ച വീടൊക്കെ ഒന്ന് സങ്കല്പിച്ചാൽ ഒരിക്കലും മരിക്കാത്ത ഒരു കോലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വീട്, നമുക്ക് കാലാകാലം താമസിക്കാനുള്ള വീട്, നമ്മുടെ ബെഡ്റൂം, നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ അതൊക്കെ സംസാരിക്കും. നമ്മൾ ഇപ്പോഴൊന്നും മരിക്കൂല എന്നുള്ള കോലത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്തയുണ്ട്, ജീവിതമേ ജീവിതം എന്നുള്ള ആ ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടച്ചുകൊണ്ട്. ഖുർആൻ ആയത്തിന്റെ പ്രത്യേകത ആ ചിന്ത വരാതെ ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയില്ല, ഒരു സമൂഹത്തെ മാറ്റാൻ പറ്റില്ല. ദുനിയാപ്രേമികളായ ഒരു സമൂഹത്തെ സംസ്കരിക്കാൻ കഴിയില്ല. അവന്റെ ഹൃദയത്തിലേക്ക് ഒരു ചുക്ക് ഇറങ്ങൂല. നരകത്തിൽ ആരാ പോകുന്നത് എന്ന ചോദ്യത്തിന് ഖുർആൻ നേർക്കുനേർ ഉത്തരം പറഞ്ഞു. നരകത്തിൽ ആരാണ്, നരകത്തിന്റെ അഹലുകാരാരാണ് എന്ന ചോദ്യത്തിന് ഖുർആൻ പറഞ്ഞ ഉത്തരം വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى. ആരാണ് നരകത്തിന്റെ അഹലുകാരൻ എന്ന ചോദ്യത്തിന് ഖുർആൻ പറഞ്ഞ ഉത്തരം എന്താണ്? فأما من طغى, ഏതൊരുത്തൻ അതിരുവിടുന്നോ, പരിധി ലംഘിക്കുന്നോ, وآثر الحياة الدنيا, ഐഹിക ലോക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം കാണാം. ദുനിയാവിന്റെ ഒരു പ്രയോഗം തന്നെ ഇസ്സാഖൽതും ഇലൽ അർദ്, ഭൂമിയിലേക്ക് നിങ്ങൾ പൂണ്ടുപിടിക്കുകയാണെന്ന് ഖുർആൻ ചോദിച്ചു. അറളിതും ബിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ലോക ജീവിതം കൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ? ഖുർആൻ ചോദിക്കുകയാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ എങ്ങനെയാണ് ദുനിയാവിൽ ഇങ്ങനെ പൂണ്ടുപിടിക്കുകയാണ്, ആർത്തിയോടെ ദുനിയാവിലേക്ക് ഇങ്ങനെ പൂണ്ട് അതിങ്ങനെ ആസ്വദിച്ച് അതിനെ അങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് ഇങ്ങനെ കഴിച്ചു കൂട്ടാണ്, അതിൽ കടിച്ചു പിടിച്ച് കിടക്കുകയാണ്. അവിടെ അല്ലാഹു വളരെ ലളിതമായി സുന്ദരമായി മനുഷ്യരെ വിളിച്ച് പറഞ്ഞു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പെരുപ്പം കാണിക്കാൻ ഉള്ള ത്വര കൊണ്ട് സർവം മറന്നു ജീവിക്കുന്ന നീ വിവരമറിയും, ആ ത്വര അവസാനിക്കും, നിന്റെ ആർത്തി അവസാനിക്കും. ഖുർആൻ പറഞ്ഞു എപ്പോ? ഹത്താ സുർതുമുൽ മഖാബിർ, ആ കുഴിയിലേക്ക് ഖബറിലേക്ക് നീ ഇറക്കി വെക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ ഖബർ സന്ദർശിക്കുന്നത് വരെ.
അപ്പോൾ ഖബർ കാണിച്ചിട്ടാണ് അള്ളാഹു മനുഷ്യരോട് സംസാരിക്കുന്നത്. അത് റിയാലിറ്റിയാണ്, അല്ലാതെ ഒരു കടങ്കഥ പറഞ്ഞതല്ല, കഥ പറയല്ല. മനുഷ്യൻ സംസ്കരിക്കപ്പെടണമെങ്കിൽ ആ ഒരു ചിന്ത ഇല്ലെങ്കിൽ നന്നാവൂല. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കണ്ട് പരിചയിച്ച ആളാണ് അലി ബനാത്ത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടു നമ്മൾ ജീവിതത്തിൽ. നമുക്കിടയിൽ ജീവിച്ച ഒരാൾ, അതിസമ്പന്നനായ ചെറുപ്പക്കാരൻ, ആസ്തി ഉണ്ടായിരുന്ന ഒരു യുവാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്നായ ഫെരാരി വാങ്ങാൻ കഴിഞ്ഞ, ഏതാണ്ട് 33 വയസ്സുകൊണ്ട് വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞൊരു വ്യക്തി. അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത്, അഥവാ അതുവരെ അദ്ദേഹം ജീവിച്ചത് എങ്ങനെയെന്നത് അദ്ദേഹം നേടിയ വസ്തുക്കൾ നോക്കിയാൽ കാണാം. അദ്ദേഹം അത് പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാപ്പ്, ലിമിറ്റഡ് എഡിഷൻ ക്യാപ്പാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബ്രേസ്ലെറ്റുകൾ, ഡോളറുകൾ വില വരുന്ന ബ്രേസ്ലെറ്റുകൾ, വ്യത്യസ്തങ്ങളായ ബ്രാൻഡഡ് ഷൂ. അദ്ദേഹത്തിൻ്റെ ലൈഫ് അങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ചെറിയ വേദന വന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്ത് ക്യാൻസർ ആണെന്നും അത് 4th സ്റ്റേജ് ആണെന്നും അറിഞ്ഞപ്പോൾ 7 മാസമേ ഇനി താങ്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്ന് ഡോക്ടർ എഴുതി കൊടുത്തപ്പോൾ കൈ നിറയെ പണം, ആസ്തി, പക്ഷേ ജീവിക്കുവാൻ 7 മാസം മാത്രം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തന്നെ മാറുകയാണ്. നിലപാട് മാറുകയാണ്, സ്വഭാവം മാറുകയാണ്, ചിന്ത മാറുകയാണ്, ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. പിന്നെയാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾ ജീവിക്കുന്നത്. ജീവിതം കാണുക, ലൈഫ് എന്താണെന്ന് അയാൾക്ക് കാണാൻ കഴിയാണ് ആ സമയത്ത്. അഥവാ 7 മാസമേ നിനക്ക് ആയുസുള്ളൂ എന്ന പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ വശത്തെ സംബന്ധിച്ച്, റിയാലിറ്റിയെ സംബന്ധിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ, അത്തരമൊരു നിലപാട് സ്വീകരിക്കുവാൻ ആ ചെറുപ്പക്കാരന് സാധിച്ചത്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ കൺവെർട്ട് ചെയ്യപ്പെട്ടത്. പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്ന തന്നെ മരിക്കാൻ നേരത്താണ്, അല്ലെങ്കിൽ മരിക്കുമ്പോഴാണ്. ഇതേപോലെ തന്നെ 33 വയസ്സോ അല്ലെങ്കിൽ 34 വയസ്സോ കൊണ്ട് ലോകം വെട്ടിപ്പിടിച്ച ആളാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ എന്ന് കേൾക്കുമ്പോൾ ഒരു വല്യാപ്പയുടെ മുഖമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ വല്യാപ്പയല്ല, 34 വയസ്സെങ്കിൽ അദ്ദേഹം മരിച്ചുപോയി. ചെറുപ്പക്കാരനാണ്, 40 തികച്ചിട്ടില്ല അദ്ദേഹം. അലക്സാണ്ടർ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ സ്വന്തം അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇല്ല, എത്തൂല, അമ്മയെ കാണാൻ നിങ്ങൾക്ക് ഇനി കഴിയില്ല. കാര്യം നമ്മൾ ലോകം വെട്ടിപ്പിടിച്ച് വേറൊരു ലോകത്തെത്തി. അമ്മ അങ്ങകലെ, കിലോമീറ്ററുകൾക്കപ്പുറം, ഘാതങ്ങൾക്കപ്പുറമാണ്, എത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നിസ്സഹായകനായി പിടഞ്ഞു മരിക്കുന്ന അലക്സാണ്ടർ പറഞ്ഞത്, എൻ്റെ കൈ രണ്ടും പുറത്തിട്ട് മയ്യത്ത് കൊണ്ടുപോകണമെന്നാണ്. എന്തിനാ? ലോകം അറിയണം, ഒന്നും ഒരാളും ഇവിടുന്ന് കൊണ്ടുപോകില്ല എന്ന്. അതാണ് റിയാലിറ്റി, അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് റിയാലിറ്റി ആണെങ്കിലും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നബി പറഞ്ഞു, ഫസൂറൂഹ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ, ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കണേ. നിങ്ങൾക്ക് മരണം ഓർക്കാനാണ്, നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വ്യക്തമായ ബുദ്ധി പ്രവർത്തിക്കുക മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ബുദ്ധിമാൻ അൽ കയ്യൂസ് മൻ ദാന നഫ്സഹു അമല ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരത്തെ കണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ലെജൻഡ്, യഥാർത്ഥത്തിൽ ഇന്റലക്ച്വലായി ആലോചിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളെന്ന് പറഞ്ഞ ദുനിയാപ്രേമിയല്ല, ആഖിറം കണ്ട് ജീവിക്കുന്നവനാണ്. ഇത് ഖുർആൻ കൃത്യമായി പറഞ്ഞു. ഈ മരണമെന്ന സത്യം നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ മരണം നമുക്ക് തരുന്ന നൊമ്പരങ്ങൾ, വേദനകൾ, ആ വേദനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ഉറ്റവരുമായി വിട്ടുപോകുക എന്നതാണ്, ഉപ്പയുമായി വിട്ടുപോകുക എന്നുള്ളതാണ്, ഉമ്മയുമായി വിട്ടുപോകുക എന്നുള്ളതാണ്, മക്കളുമായി വിട്ടുപോകുക എന്നുള്ളതാണ്. ആ വിട്ടുപോകുന്ന മനുഷ്യന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തൻ്റെ ഈ പ്രിയപ്പെട്ടവരെ തിരിച്ചു കിട്ടുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമെങ്കിൽ അവിടെ തൗഹീദ് വളരെ വിലയുള്ളതാവും, വിലപ്പെട്ടതാവും. കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, ഈ മഹാപ്രപഞ്ച, മനുഷ്യന് മാത്രമല്ല മഹാപ്രപഞ്ചത്തിന് തന്നെ ഒടുക്കുണ്ട്, നശിക്കും എന്ന് പറഞ്ഞു. ഒറ്റ വാചകത്തിൽ ഖുർആൻ പറഞ്ഞത്, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സർവ്വതും ഒടുങ്ങാനുള്ളതാണ്, തീരാനുള്ളതാണ്. സർവ്വതും നശിച്ചാൽ അതോടെ എല്ലാം നശിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. സർവ്വതും നശിച്ചാൽ എല്ലാം അതോടെ തീരുമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതം ആസ്വദിച്ചിട്ട് ഒടുങ്ങാമായിരുന്നു. കടം കയറുമ്പോൾ കെട്ടിത്തൂങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് ഏതെങ്കിലും ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല.
നമ്മൾ മരിച്ചാൽ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതും ഖുർആൻ സയന്റിഫിക് ആയിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു തന്നു, നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവതരിപ്പിച്ചു. മരണാനന്തരം ജീവിതം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ പരിഹസിച്ചു. ലോകത്ത് വന്ന എല്ലാ മെറ്റീരിയലിസ്റ്റുകളും ഭൗതികവാദികളും അവതരിപ്പിച്ചത് മരണാനന്തരം ജീവിതം ഇല്ലെന്നാണ്. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊതീൻ. ലോകത്ത് വന്ന എല്ലാ മെറ്റീരിയലിസ്റ്റുകളും നിലവിലെ ലിബറലിസ്റ്റുകളും എല്ലാവരും ഒരേ തിയറിയിലാണ്. നമ്മൾ സാധാരണ പറയും ലിബറലിസം എന്ന് പറഞ്ഞാൽ അത് മോഡേൺ ആണ്. അല്ല, അത് മോഡേണിറ്റി അല്ല. നേരെ മറിച്ച് ഇത് പഴഞ്ചനാണ്, അറുപഴഞ്ചൻ. 6-ാം നൂറ്റാണ്ടിന്റെ അപ്പുറത്താണത്. 6-ാം നൂറ്റാണ്ടാണ് മോഡേണിറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും അത്യാധുനികമായ അല്ലെങ്കിൽ ഉത്തരാധുനികമായ നിലപാടുകൾ ലോകത്തിനു മുമ്പിൽ പറഞ്ഞത്. ഇത് പഴഞ്ചനാണ്, അറുപഴഞ്ചനാണ്. അവരാ പറഞ്ഞത്. എന്താണ് ഈ പറയുന്നത്? ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊതീൻ. ജീവിതം ഈ ലോകത്ത് ഇവിടെ സുഖിക്കുക, ഇവിടെ ആനന്ദിക്കുക, മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഈ കുട്ടികൾ പറഞ്ഞെടുക്കുന്ന വർത്താനം പണ്ട് പറഞ്ഞു പോയതാണ്. ഇവിടെയാണ് എല്ലാം. ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു, മരണാനന്തരം ഒരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞവരോട് വിശുദ്ധ ഖുർആൻ അവരുടെ ബുദ്ധിയോട് സംവദിച്ചു. എങ്ങനെയാ പറഞ്ഞത്? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു പറയാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്ത് അവൻ പറയുന്ന ഉദാഹരണവും അവന്റെ ഉപമയും എന്തൊക്കെ വിഡിത്തായി വിളിച്ചു പോകുന്നത്. വല്ലറബന മസല മനസ്സേ ഖൽഖഹു, അവൻ അവനെ കുറിച്ചൊന്ന് പഠിക്കണ്ടേ. ഒരു കാര്യത്തെ അവഗണിക്കുമ്പോൾ സ്വന്തത്തെ കുറിച്ചെങ്കിലും ഒന്ന് പഠിക്കണ്ടേ. മനസ്സേ ഖൽഖഹു, അവൻ അവനെ കുറിച്ചെങ്കിലും ഒന്ന് പഠിക്കണ്ടേ. സ്വന്തത്തെ തന്നെ മറന്ന്, സ്വന്തം സൃഷ്ടിപ്പ് തന്നെ മറന്നിട്ട് അവൻ ചോദിക്കുന്ന വലിയൊരു ചോദ്യം എന്താണ്? ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന് നുരുമ്പിയതിനു ശേഷം ആ അസ്ഥിപഞ്ജരങ്ങളിൽ നിന്ന് ആരാണ് ഞങ്ങളെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്ന വലിയ ചോദ്യം. ഖബറിൽ പോയിട്ട് നുരുമ്പിയിട്ട് അവിടെ നിന്ന് ആരാണ് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് അല്ലാഹു എത്ര ലളിതമായിട്ട് മറുപടി പറഞ്ഞത്. ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഇപ്പൊ ഈ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കുന്ന ഇത് എവിടെ നിന്ന് ഉണ്ടായത് എന്നാ ചോദിച്ചത്. നീ എവിടുന്ന് വന്നതാന്ന് ചോദിച്ചത്. ഒരു എല്ലെങ്കിലും ഒരു അഡ്രസ്സിന് പറയാനുണ്ടായിരുന്നു എന്ന് ഖുർആൻ ചോദിച്ചു. ഒരു എല്ലെങ്കിലും. ഇപ്പൊ ഒരു എല്ല് എന്ന് പറയണ്ടല്ലോ ഇത്. ആ എല്ലെങ്കിലും ഉണ്ടായിരുന്നോ? ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. സൂറത്തു ദഹർ, ഇൻസാൻ എന്നൊക്കെ പേരുള്ള സൂറത്തിന്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാണ്. 30 വയസ്സുണ്ടെങ്കിൽ ഒരു 35 കൊല്ലം ആ അഡ്രസ്സ് എന്ന് പറയുന്ന 35 കൊല്ലം മുമ്പുള്ള അഡ്രസ്സ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചോദിക്കണില്ലേ വല്യുപ്പാന്റെ പേരുണ്ടോ എന്നൊക്കെ ചോദിക്കണില്ലേ? അതുപോലെ ആ അഡ്രസ്സ് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. 90 വയസ്സുണ്ടെങ്കിൽ 95 കൊല്ലം മുമ്പുള്ള ആ പ്രൂഫ് ഇങ്ങനെ കൊണ്ടുവരാനാ പറഞ്ഞത്. ഉണ്ടോ? ഇല്ലല്ലോ. എല്ലെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അവിടെ നിന്നില്ല, ഒരു എല്ല് പോലും ഇല്ലാത്തടത്തുനിന്ന് നിന്നെ പടച്ചു കൊണ്ടുവന്ന റബ്ബിന് അറിയാം ആ എല്ലെങ്ങനെയാണ് മാന്തി പുറത്തിടേണ്ടത് എന്ന്. ഒരെല്ല് പോലും പറയാനില്ലാത്തടത്ത് നിന്ന് നിന്നെ പടച്ച് പുറത്തു കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി മീശക്കാരനും താടിക്കാരനും ഒക്കെ ആക്കിയെങ്കിൽ ഇപ്പൊ പറയാനൊരു എല്ലുണ്ടല്ലോ, ആ എല്ലിൽ നിന്ന് രണ്ടാമത് റബ്ബ് കൊണ്ടുവരാൻ അവന് പ്രയാസമില്ല. അവന് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പടക്കാനും അറിയാം, ഉള്ളതിനെ രണ്ടാമത് റീഫോം ചെയ്യാനും അറിയാം. അപ്പോൾ ഉള്ളത് ഇല്ലാത്തതിനെ പടക്കലാണ് പ്രയാസം, ഉള്ള ഒന്നിനെ രണ്ടാമതൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് പ്രയാസം. ഏതാ പ്രയാസം? ഇല്ലാത്തതിനെ പടക്കലാണ് പ്രയാസം, ഉണ്ടായിരുന്ന ഒന്നിനെ രണ്ടാമതൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് പ്രയാസം. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ. ഖുർആൻ ചോദിക്കുകയാണ്, നിന്നെ പടക്കാനാണോ പ്രയാസം? ഇതാ കാണുന്ന ആകാശം ഉണ്ടല്ലോ, അതിനെ പടക്കാനാണോ പ്രയാസം? ആകാശത്തിൽ നിനക്ക് കാണുന്ന ആകാശത്തിൽ സൂര്യൻ, ആ സൂര്യന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് 14 ലക്ഷം ഭൂമി അട്ടിയിട്ട് വെക്കാം. എങ്ങനെ? നിങ്ങൾ വസിക്കുന്ന ഭൂമിയെ പോലെ 14 ലക്ഷം ഭൂമി കൊണ്ടുപോയി അടുക്കി വെക്കാം. എവിടെ? സൂര്യന്റെ മുകളിൽ. എന്നുവെച്ചാൽ അത്രയും വലിപ്പമുണ്ട്. എന്തിന്? ആ അത്രയും വലിപ്പമുള്ള സൂര്യൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മിനിറ്റ് കത്തണമെങ്കിൽ എത്ര ഫ്യൂല് വേണം? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിപ്പമുള്ള സൂര്യൻ, 14 ലക്ഷം ഭൂമിയുടെ വലിപ്പമുള്ള സൂര്യൻ ഒരു ദിവസം പ്രകാശിക്കണമെങ്കിൽ എത്ര ഫ്യൂവൽ? അങ്ങനെ എത്ര നൂറ്റാണ്ടുകളായി?
ആ സൂര്യനേക്കാളും വലിപ്പമുള്ള എത്രയോ കോടാനക്കോടി നക്ഷത്രങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, മനുഷ്യൻ എടുത്ത് വെക്കുന്ന ആകാശത്തിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ വെബ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഈ കാണുന്ന നക്ഷത്രങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നിട്ട് പറഞ്ഞത് 400 കോടി കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പിക്ചറാണിത്. എങ്ങനെ മനസ്സിലായോ? 400 കോടി കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ ആണിത് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് ഇപ്പോഴാണ്. പക്ഷെ ഫോട്ടോയിൽ പറഞ്ഞ ചിത്രം ഏതാ? മനസ്സിലായ? 400 കോടി കൊല്ലം മുമ്പ് അവിടുന്ന് പുറപ്പെട്ട പ്രകാശം ആണ് എവിടെ പതിഞ്ഞത്? ഈ ക്യാമറ പതിഞ്ഞു. അപ്പോൾ 400 കോടി കൊല്ലം മുമ്പ് പുറപ്പെട്ട പ്രകാശം ഒപ്പിയെടുക്കാനേ മനുഷ്യന് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വലിപ്പം എത്ര വലുതാണ്. ആ ആകാശത്തെ പടക്കാനാണോ പ്രയാസം, നിന്നെ പടക്കാനാണോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകണ്ടേ? അപ്പൊ അള്ളാഹു അത് സമർത്ഥിക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവില് വളരെ കുറഞ്ഞ കാലം ജീവിക്കാൻ അവസരം തോന്നും. അവിടെയാണ് ഈ ഇടപാടും കെട്ടുബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ തന്നത് തൽക്കാലത്തേക്ക്. പക്ഷെ അള്ളാഹു പറഞ്ഞു ഒറ്റ പരീക്ഷണേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് തൗഹീദാണ്. തൗഹീദ് അതുണ്ടോ നിങ്ങൾക്ക് രക്ഷ തരാം, അതില്ലേ ഒരു രക്ഷയില്ല. അതുണ്ടെങ്കിൽ രക്ഷയുണ്ട്, അതില്ലെങ്കിൽ രക്ഷയില്ല. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർ നെഞ്ച് കലങ്ങി തൗഹീദ് പറഞ്ഞു? നമ്മൾ വേദി കെട്ടി സ്റ്റേജ് കെട്ടി വളരെ സൗകര്യത്തിലെ തൗഹീദ് പറയാ. നബിമാർ നെഞ്ച് കലങ്ങി തൗഹീദ് പറഞ്ഞവരാ. സൂറത്തുൽ കഹ്ഫിൽ ഒരു വാചകമുണ്ട്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീഥി അസഫാ. മുഹമ്മദ് നബി അല്ലാഹു പറയുന്നു, നബിയെ നിങ്ങൾ ഇല്ലാതായേക്കാവല്ലോ. ബാഖിഉൻ നഫ്സക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉരുകിത്തീരുന്നതിനാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇല്ലാതാവാ. അതിനാണ് ഈ ബാഖിഉൻ നഫ്സക് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ടെൻഷൻ അടിച്ചത്? എന്തിനാ നബി ഉരുകിയത്? നബി സ്വന്തം ആരോഗ്യം തന്നെ നശിക്കുന്ന രൂപത്തിലേക്ക് എന്തുകൊണ്ടായി തീർന്നത് എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ മറുപടി അത് ഖുർആൻ വ്യക്തമാക്കിയ കാര്യം റീസൺ എന്താണ്? വേറൊന്നുമല്ല, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീഥി അസഫാ. പ്രവാചക, മറ്റുള്ളവർ ഈമാൻ സ്വീകരിക്കാത്ത ആ ടെൻഷൻ അത് ആലോചിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ച് അങ്ങ് ഉരുകിത്തീരുകയാണല്ലോ. ചിലവന് നെഞ്ച് കലങ്ങിയ തൗഹീദ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കണം? തൗഹീദ് ഇല്ലെങ്കിൽ മനുഷ്യ ഒന്നുമില്ല, വിട്ടുപോയല്ല, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ വരാനുള്ള ഇത് മരിക്കുന്ന ലോകമാണെങ്കിൽ മരിക്കാത്തൊരു ലോകം വരാനുണ്ട്, മരണമില്ലാത്ത ഒരു ലോകം വരാനുണ്ട്. മരണത്തെ അള്ളാഹു കൊല്ലുന്നൊരു ദിവസം വരാനുണ്ട്. ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരണത്തെ കൊല്ലുന്നതാണ്. ദബ്ഹുൽ മൗത്ത് എന്നാണ് അതിന് ഹദീസുകൾ വന്ന പ്രയോഗം. മരണത്തെ അള്ളാഹു അറുത്ത് കളയും. ഏതുപോലെ നമ്മൾ ആടിനേക്ക് അറുക്കുന്നത് പോലെ മരണത്തെ അറുത്ത് കളയും അള്ളാഹു എന്ന് വെച്ചാൽ പിന്നെ മരണമില്ല എന്നതിൻ്റെ അർത്ഥം. പിന്നെ മരണമില്ല. ആ മരണമില്ലാത്ത ലോകത്തെത്തുമ്പോൾ അവിടുത്തെ അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിച്ചല്ലോ. എന്ത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഗ്നുൻ യുഗ്നി. ഏറ്റവും അധികം പ്രയാസകരമായ ഘട്ടമാണ് മനുഷ്യനോടെ. വാപ്പയെ തൊട്ട് ഉമ്മയെ തൊട്ട് വാപ്പയും സഹോദരങ്ങളും പരസ്പരം കാണുമ്പോൾ ഓടിക്കളയാണ്. ആരുടെ കാര്യത്തിലത് മനസ്സിലാക്കണം. കാരണം അവിടെ ബന്ധങ്ങളില്ല. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും വലാ യതസാഅലൂൻ. ആ പരലോകത്ത് വരുമ്പോൾ പിന്നെ ബന്ധങ്ങൾ ആരും കാണിക്കൂല. അവർക്കിടയിൽ ബന്ധമില്ല എന്ന് മാത്രമല്ല, ശത്രുവായി മാറുന്ന രംഗം ഖുർആൻ പറഞ്ഞു. യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി. യബദ്ദുൽ മുജ്രിം, അക്രമി അന്ന് കൊതിക്കും. ലൗ യഫ്തദി, അല്ലാഹുവേ എനിക്ക് ഫിദിയായിരുന്നെങ്കിൽ, പ്രായശ്ചിത്തമായിരുന്നെങ്കിൽ, പകരം തരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്ത്? ഇവനെ നരകാണ് അല്ലാഹു വിധിച്ചത്.
ആ നരകം വിധിച്ചപ്പോ ഈ പഹയൻ അവിടെ നിന്ന് കൊതിക്കുകയാണ്. എന്താ കൊതിക്കുന്നത്? പടച്ചവനെ, എനിക്ക് നീ പകരം സ്വീകരിക്കുമോ, ഫിദിയ സ്വീകരിക്കുമോ? എനിക്ക് പകരം അല്ലാ എന്റെ ഉപ്പയെ തരാം, ഉമ്മയെ തരാം, മക്കളെ തരാം. അള്ളാഹുവേ, എന്റെ കൂടെ ജീവിച്ച എന്റെ ഇണയെ തരാം, എന്റെ കുട്ടുകുടുംബാദികളെ തരാം. അതേ, ലോകത്ത് ജീവിച്ച ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളെയും എനിക്ക് പ്രായശ്ചിത്തമായി പകരമായി സ്വീകരിച്ച് എന്നെ രക്ഷപ്പെടുത്താമോ എന്ന് കുറ്റവാളികൾ അവിടെ വെച്ച് കൊതിക്കുകയാണ്. മക്കളെ തരാന്ന് പറയുന്ന നരകത്തിലിടാൻ എന്നെ രക്ഷപ്പെടുത്താമോ എന്ന് കൊതിയ ശത്രുവായി മാറുകയാണ്. മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നടമാടുകയാണ്. ആ നടമാടുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിപ്പിക്കുന്നത് ആരെയാണ്? ഒന്നിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കുന്നത് ആരെയാണ്? തൗഹീദുള്ള മനുഷ്യരെയാണ്. ജമാൽ മൂസ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ആളുകൾ ഓടുന്ന ദിവസം ഒന്നിപ്പിക്കുന്നത് ആരെയാണ്? അവിടെ തൗഹീദുള്ള മനുഷ്യരെ മാത്രമേ അല്ലാഹു ഒന്നിപ്പിക്കൂ. അവർക്ക് മാത്രമേ അവിടെ സന്തോഷമുള്ളൂ. ബാക്കിയുള്ളവർക്ക് പരസ്പര ശത്രുക്കളാണെന്ന്. തൗഹീദുള്ളവരെ അല്ലാഹു ഒന്നിപ്പിക്കും. ആ സ്വർഗ്ഗം അല്ലാഹു തുറന്നു വെച്ചു കൊടുക്കും തൗഹീദുള്ളവന് വേണ്ടി. ഉദ്ഖുലൂ അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ കേറിക്കോ. ഒറ്റക്കല്ല, നിങ്ങളല്ല, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വാ. അപ്പൊ വിളിക്കാണ്. തൗഹീദുള്ള കുടുംബം, തൗഹീദുള്ള മക്കൾ, തൗഹീദുള്ള ഉപ്പ, തൗഹീദുള്ള ഉമ്മ, തൗഹീദുള്ള കൂട്ടുകാർ. ദുനിയാവിൽ ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് തൗഹീദ്. എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് തൗഹീദ് ഉറപ്പിച്ച് അവൻ അവിടെ നിർത്തിയാൽ ദുനിയാവിലല്ലത് നിൽക്കുക. അവിടുന്ന് മരിച്ച് തൽക്കാലം ഒരു ഇടവേള ഗൾഫിൽ വരുന്നത് പോലെ വന്നു പോയാൽ പിന്നെ ആഖിറത്തിൽ വരുമ്പോൾ ഒന്നിക്കുകയാണ് അവർ. തൗഹീദുള്ള മനുഷ്യർ, തൗഹീദുള്ളവർ അവരൊന്നിച്ച് വരികയാണ് ആഖിറത്തിൽ. തൗഹീദുള്ള ഉപ്പയും ഉമ്മയും, തൗഹീദുള്ള മക്കളും ബാപ്പയും, തൗഹീദുള്ള അയൽവാസികൾ, തൗഹീദുള്ള കൂട്ടുകുടുംബാദികൾ, തൗഹീദുള്ള ബന്ധുക്കൾ, തൗഹീദുമായി ജീവിച്ച മുഴുവൻ ആളെ അള്ളാഹു പരലോകത്തെ സന്തോഷിപ്പിക്കുകയാണ്. എങ്ങനെ? ഒരുമിപ്പിച്ച് സന്തോഷിപ്പിക്കുകയാണ്. അള്ളാഹുർക്ക് ആനന്ദം നൽകുകയാണ്. ഇനി അതല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാനുള്ള ഏറ്റവും വലിയ സുഹൃതം ഇതാണെന്ന് പറയുമ്പോൾ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം, നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകൾ വിളിച്ചു പറഞ്ഞ വാചകം വല്ലാത്തൊരു വാചകമാണത്. സ്വന്തം മകളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം എന്താണ്? യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ പൊന്നാര മകൾ ഫാത്തിമ, നീ എന്റെ കരടിന്റെ കട്ടമാണ്. പക്ഷേ നിന്നോട് എനിക്ക് നൽകാനുള്ള ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അങ്കിദീ നഫ്സികി മിനന്നാർ, നീ നിന്റെ തടിയ നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ. ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് ആവശ്യമുള്ളത് നീ ചോദിച്ച ഉപ്പക്ക് തരാൻ കഴിഞ്ഞെന്ന് വരും, പക്ഷേ ആഖിറത്തിൽ തോറ്റു വന്നാൽ, പടച്ചവന്റെ മുന്നിൽ നീ തോറ്റു വന്നാൽ റബ്ബിന്റെ അടുക്കൽ നിന്നൊന്നും നിനക്ക് വേണ്ടി വാങ്ങിത്തരാൻ ഉപ്പക്ക് കഴിയില്ല കേട്ടോ. അങ്ങനെ റസൂലുള്ള മകളെ വളർത്തിയത്. ഒനീമത്ത് സ്വത്ത് ഇങ്ങനെ മദീനത്തേക്ക് വന്നു, യുദ്ധാർജിത സ്വത്ത് വന്നു, ആളുകളൊക്കെ ഇങ്ങനെ പങ്കിട്ട് കൊണ്ടുപോകണം ഓരോരുത്തർ. അക്കൂട്ടത്തിൽ അടിമകളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അവിടേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ കൈയും കാണിച്ചിങ്ങനെ വന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഉപ്പ എൻ്റെ കൈ കണ്ടോ? പണിയെടുത്തിട്ട് ചൊള്ളച്ച് പൊട്ടിയതാണ് എൻ്റെ കൈകൾ. ഇപ്പോൾ ഒരാളെ എനിക്ക് തന്നാൽ, കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കണ കൂട്ടത്തിൽ എനിക്കൂടെ ഒരാളെ തന്നാൽ അതെനിക്ക് സൗകര്യമാവൂലേ? നബി ആ മകളുടെ തോളത്തട്ടിട്ട്, വാ, അപ്പം അതിനേക്കാളും നല്ല തരാം, നിനക്ക് ഏറ്റവും ഹൈറായി തരാം. ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലിക്കോ, അൽഹംദുലില്ലാഹ് 33 വട്ടം ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ 34 വട്ടം ചൊല്ലിക്കോ. നിനക്ക് ഞാനൊരു ജോലിക്കാരിയെ വെച്ചു തരുന്നതിനേക്കാളും മോളെ വലിയൊരു ഗിഫ്റ്റാണ് ഉപ്പ ഈ തരുന്നത്. കാര്യം റസൂലുള്ള ആഖിറത്തിലേക്ക് കൊണ്ടുപോവാണ് മോളെ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാ മോളെ. കാര്യം വെച്ചാൽ ദുനിയാവിലെ ആ ബന്ധം, ഊഷ്മളമായ ബന്ധം ആഖിറത്തിൽ സ്വർഗീയമായ ആരാമത്തിൽ, ടെൻഷൻ ഇല്ലാത്ത ലോകത്ത്. കാര്യം അതാണ് അവിടുത്തെ പ്രത്യേകത. ടെൻഷൻ ഇല്ലാത്ത ലോകത്ത്, പ്രയാസങ്ങളില്ലാത്ത ലോകത്ത്, സലാം, എപ്പോഴും ആശീർവാദങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്ന ലോകത്ത്, സൗന്ദര്യം കൂടിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് അള്ളാഹു ആ കുടുംബത്തെ കൈപിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം.
അത് നേടാൻ വേണ്ടി പണിയെടുക്കുകയാണ്. പക്ഷെ അതില്ലാതെ വന്നാൽ, തൗഹീദ് ഇല്ലാതെ വന്നാൽ നിന്ദ്യനാണ്, ദുനിയാവിലും ആര് റെക്കമെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം വെച്ചത്, ഇസ്സത്ത് വെച്ചത് ഈമാനിലാണ്. വേറൊരിടത്തും ഇല്ല, വേറൊരിടത്ത് നിങ്ങൾ അന്വേഷിച്ച് കിട്ടില്ല. അത് വേറെ ഒരിടത്ത് ആര് നമുക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്താൽ നിന്നാലും ഇല്ല. അതിന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3 സ്ഥലത്ത് കൊണ്ടുവന്നൊരു ഹദീസുണ്ട്. അതിൽ ഒരു ഹദീസ് വന്നത് ഒരു ആയത്ത് വിശദീകരിക്കുമ്പോഴാണ്, ഒരു ഭാഗത്ത് വന്നത്. ഏതായത്ത്? ആ ആയത്ത് ബാബു ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിം നബി അല്ലാഹു ഖലീലായി സ്വീകരിച്ചു എന്ന് പറയുന്ന ആയത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം. അവിടെയാണ് ഇമാം ബുഖാരി ആ ഹദീസ് ഒരുക്കി കൊണ്ടുവരുന്നത്. എന്നിട്ട് ആ അധ്യായത്തിന്റെ കീഴെ വന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്ത് മനുഷ്യർ മുഴുവനും പ്രവാചകൻ ഒരു ഖുതുബ നടത്തിയപ്പോൾ പറഞ്ഞ വാചകമാണ്, സഹാബത്തിനോട് റസൂലുള്ളാഹി പ്രസംഗിച്ച പറഞ്ഞൊരു വാചകം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്താണെന്ന് അറിയോ? റസൂലുള്ളാഹി ഞങ്ങൾക്ക് നടത്തിയ ഒരു ഖുതുബ, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഇന്നകും മഹ്ശൂറൂന ഖുഫാതൻ ഉറാതൻ ഉർലാ, നാളെ ആഖിറത്തിൽ നിങ്ങൾ വരുമ്പോൾ ചെരുപ്പുണ്ടാവില്ല, പരലോകത്താരും ചെരുപ്പിട്ട് വരില്ല. പുരുഷന്മാരാരും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും ചേലാഗ്രഹം ചെയ്യപ്പെട്ടവരാണെങ്കിൽ ഒരിക്കലും അവർ ചേലാഗ്രഹം ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്കൊരു ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ സ്ത്രീകൾ ചേലാഗ്രഹം ചെയ്യാറുണ്ട്, പുരുഷന്മാരും ചേലാഗ്രഹം ചെയ്യാറുണ്ട്. പക്ഷെ ആഖിറത്തിൽ ചേലാഗ്രഹം ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ദുനിയാവിൽ വസ്ത്രമെടുത്തു നടക്കുന്നവരാണെങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് ഉടുതുണി ഉണ്ടാവില്ല. വസ്ത്രം ധരിക്കാതെയാണ് ഖിയാമ നാളിൽ കുഴികളിൽ നിന്ന്, ഖബറിൽ നിന്ന് മനുഷ്യർ എഴുന്നേറ്റ് വരുന്നത്. ആ സമയത്ത് അവ്വലുമൻ യുക്സാ യൗമൽ ഖിയാമത്തി, ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യമായി അല്ലാഹു പുടവ നൽകി ആദരിക്കുന്നത്, വസ്ത്രം നൽകി ആദരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ആയിരിക്കും. അതിന് കാരണം പണ്ഡിതന്മാർ പലതും പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി പരിഗണിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. അത് പറയാൻ കാരണം വിശദീകരിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ദുനിയാവിൽ ഉടുതുണി അഴിച്ചുകൊണ്ട് അപമാനിച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലാ? തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് മുമ്പ് ജനസമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉടുതുണി വലിച്ചു മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഖൽബ് വേദനിച്ചിട്ടുണ്ട്, തൗഹീദിന് വേണ്ടി അപമാനിതനായിട്ടുണ്ട്. സമൂഹത്തിന്റെ മുന്നിൽ തൗഹീദിന് വേണ്ടി സ്വന്തം മാനം പോലും ചോദ്യം ചെയ്യപ്പെട്ട സമയത്തും ഹസ്ബി അല്ലാഹ് എന്ന തൗഹീദ് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. അല്ലാഹു അത് പരിഗണിച്ചുകൊണ്ട് ആഖിറത്തിൽ ആദ്യമായി വസ്ത്രം നൽകി ആദരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആയിരിക്കുമെന്ന ഹദീസ് കൊണ്ടുവന്നിട്ട് തൊട്ടടുത്ത ഹദീസ് ഇമാം ബുഖാരി ധരിക്കുന്നത് കാണാം. ആ ഇബ്രാഹിം നബി, ആദരവുള്ള ഇബ്രാഹിം നബി, ഉൽ അസ്മുകളിൽപ്പെട്ട ഇബ്രാഹിം നബി, ആകാശഭൂമികളുടെ മലക്കൂത്തുകളെ കണ്ട ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മകനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അതിനു വേണ്ടി മകനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അറുക്കാൻ മനസ്സുകൊണ്ടൊരുങ്ങിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം കുടുംബത്തെ വിജനമായ മണ്ണിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ പുല്ലുമുളക്കാത്ത വെള്ളമില്ലാത്തിടത്ത് തന്റെ പിഞ്ചോമനയെ, തന്റെ ആ കൽബിനെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വിട്ടുപോന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അങ്ങനെ എല്ലാ സ്ഥാനവും അലങ്കാരവുമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത്, ഇന്നി ദഅവതു അബി ഇബ്രാഹിം, ഞാൻ പോലും എന്റെ ഉപ്പയുടെ ദുആ എന്റെ ഫലമാണ്, ഇബ്രാഹിമിന്റെ ഫലമാണെന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ആദരവും ബഹുമാനവും സ്ഥാനവും ഒക്കെയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം നാളെ ആഖിറത്തിൽ വരുമ്പോൾ യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, സ്വന്തം വാപ്പയെ ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബി പരലോകത്തിൽ വെച്ച് കാണും. മനസ്സിലാക്കണം, സ്വന്തം ഉപ്പയെ ഇബ്രാഹിം നബി ആഖിറത്തിൽ കാണും. ആസറിന്റെ മുഖത്തും അതുപോലെ ശരീരമാസകലം ചെളി പിടിച്ച് പൊടി പരണ്ട് വികൃതമായി സ്വന്തം ഉപ്പ വരുന്നത് കാണുമ്പോ ആ മകൻ ഓടിച്ചെല്ലും ഉപ്പയുടെ അടുക്കിലേക്ക്. എന്നിട്ട് പറയും, ഉപ്പ നിങ്ങളോട് എത്ര സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു തൗഹീദ്, എത്രയോ സ്നേഹത്തോടെ ഹൃദയം തുറന്ന് നിങ്ങളോട് തൗഹീദ് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കരുതെന്ന് പറഞ്ഞു, ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു, സ്നേഹത്തോടെ ഉപദേശിച്ചു. പക്ഷേ താങ്കൾ പകരം ചെയ്തത് അതേ ആൾക്കൂട്ടത്തോടൊപ്പം ചേർന്നുകൊണ്ട് അതേ തൗഹീദ് പറഞ്ഞ എന്നെ എറിയാൻ വരികയാ നിങ്ങൾ ചെയ്തത്. നിങ്ങൾ എന്നോട് പറഞ്ഞത്, മോനേല അർജുമന്നക്, നിന്നെ ഞാൻ കല്ലെടുത്തെറിയുമെന്നല്ലേ ഉപ്പ പറഞ്ഞത്. അത് ആ രൂപത്തിൽ ചെയ്യാതെ ഈ തൗഹീദ് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
ഈ തൗഹീദിന്റെ വാഹകനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ആ നാട്ടുകൂട്ടത്തോടൊപ്പം ചേർന്നുകൊണ്ട് അക്രമം ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് സ്നേഹത്തോടെ ആ മകൻ ഓടിച്ചെന്ന് ഉപ്പയോട് സംസാരിക്കുമ്പോ ആ ഉപ്പ അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിയോട് പറയാണ്, ഉപ്പാക്ക് തെറ്റുപറ്റി മോനെ, ഈ ദിവസം നിനക്കെതിരെ ഉപ്പ ചെയ്യൂല, ഉപ്പക്ക് അബദ്ധം പിണഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എനിക്ക് അവസരം കിട്ടുമോ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇന്ന് ഏറ്റവും അധികം നീ പറയുന്ന അനുസരിക്കുന്ന ആളാണ്, ഇതുവരെ കാണാത്തത് ഞാൻ കണ്ടു മനസ്സിലാക്കി, കാര്യമൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മോനെ നിനക്കെതിരെ ഞാൻ നിൽക്കില്ല എന്ന് ആ ഉപ്പ അവിടെ വെച്ചുകൊണ്ട് പറയുമ്പോ പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന പരലോകത്ത് നിന്നുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കരങ്ങൾ നീട്ടുകയാണ്. എന്നിട്ട് റബ്ബിനോട് ഒരു ദുആ നടത്തുകയാണ്. എന്താണ് ആ ദുആ? യാ റബ്ബ്, ഓ രക്ഷിതാവേ, ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅതൂൻ. പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന, ആദം നബി മുതൽ ലോകത്ത് ജീവിച്ചു പോയ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഈ ലോകത്ത് എന്നെ വിഷമിപ്പിക്കുകയില്ല, വേദനിപ്പിക്കുകയില്ല എന്ന് നീ എനിക്ക് തന്ന വാഗ്ദാനമാണല്ലോ അല്ലാഹ്. ഫഅയ്യു ഖസിൻ അഖ്സാ മിൻ അബിൽ അബഅദ്. എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാളും, എന്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെടുന്നതിനേക്കാളും എന്ത് വേദനയാണ് എനിക്ക് അല്ലാഹ് വരാനുള്ളത്. അതുകൊണ്ട് എന്റെ ഉപ്പ എനിക്ക് തരണേ എന്ന അർത്ഥത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആഖിറത്തിൽ വെച്ചുകൊണ്ട് റബ്ബ് തആലയോട് ദുആ ചെയ്യുമെന്നാണ്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സഡൻലി ഉടൻ തന്നെ മറുപടി കിട്ടും. എന്താ മറുപടി? റസൂലുള്ള പറഞ്ഞാണ് ആ മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്ന മറുപടി, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിം, ഈ ലോകത്തിന്റെ പ്രത്യേകത അറിയില്ലേ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കൾ ഉപകരിക്കാത്ത ദിവസമാണിത്, സമ്പത്ത് ഉപകരിക്കാത്ത ദിവസമാണിത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. തൗഹീദുള്ള മനസ്സുമായി വരുന്നവന് മാത്രം രക്ഷപ്പെടാൻ കഴിയുന്ന ദിവസമാണിത്. അതുകൊണ്ട് ഇവിടെ ഇബ്രാഹിമിന്റെ വാപ്പ എന്ന പരിഗണനയില്ല, ലൂത്തിന്റെ ഭാര്യ എന്ന പരിഗണനയില്ല, നൂഹിന്റെ മകൻ എന്ന പരിഗണനയില്ല. തൗഹീദുണ്ടോ പരിഗണിക്കാം, ഇല്ലെങ്കിൽ പരിഗണനയില്ല. ആ മറുപടിയാണ് അവിടെ വെച്ച് ഇബ്രാഹിം നബിക്ക് കിട്ടുന്നത് എന്നാണ് ഹദീസിൽ കാണാം. ആ മറുപടി കിട്ടുമ്പോൾ ഫയൻദുറു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തനിച്ച് നിൽക്കുകയാണ്. അപ്പോ തനിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? മാ തഹത ഖദമൈ വമാ തഹത റിജ്ലൈക്. എന്താണ് ഇബ്രാഹിം, നിങ്ങളുടെ കാൽ ചുവട്ടിൽ എന്താ ഈ നിൽക്കുന്നത്? ആരാ ചോദിക്കുന്നത്? മജ്ഹൂലായിട്ട് പറയും. ഫയുഖാൽ, ഇബ്രാഹിം നബി ചോദിക്കപ്പെടും എന്നാ പറഞ്ഞത്. മാ തഹത റിജ്ലൈക് വമാ തഹത ഖദമൈ, എന്താണ് ആ കാൽ ചുവട്ടിൽ നിൽക്കുന്നത്? ഫയൻദുറു, അപ്പോഴേ ഇബ്രാഹിം നബി നോക്കുമ്പോൾ ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖ്, ചെളി പിടിച്ചൊരു കഴുതപ്പുലി അവിടെ നിൽക്കുകയാണ്. ഉപ്പ നിന്ന സ്ഥാനത്ത് അള്ളാഹു കോലം തിരിച്ചു കളയുകയാണ്. ഇബ്രാഹിം നബിയുടെ ഉപ്പയുടെ കോലം ഒരു കഴുതപ്പുലിയുടെ കോലം പോലെ ആക്കി കളയാണ്. അപ്പോൾ ഇബ്രാഹിം നബി നോക്കുമ്പോൾ ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖ്, ചെളി പിടിച്ച് നിൽക്കുന്ന ഒരു കഴുതപ്പുലി അവിടെ നിൽക്കുകയാണ്. ഇബ്രാഹിം നബി ആ കഴുതപ്പുലി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഫയുഖദു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ, ആ കഴുതപ്പുലിയുടെ കൈകാലുകൾ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തേ പ്രശ്നം? പരലോകത്ത് പറയാൻ ആളില്ലാതെ പോയതാണോ? റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാതെ പോയതാണോ? അല്ല, ഒറ്റ കലിമത്ത്, അഫ്ളലു കലിമത്ത്, വാക്കുകളിൽ ഏറ്റവും അഫ്ളലായ കലിമത്ത്, ആദർശങ്ങളിൽ ഏറ്റവും വലിയ ആദർശം, ആകാശഭൂമികൾ അതിജയിക്കുന്ന പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്. ആ തൗഹീദിന്റെ ഇസ്സത്തില്ലാതെ പോയി, ഈമാനിന്റെ ഇസ്സത്തില്ല. ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട് ഒരാൾക്ക്. ഈ ഇസ്സത്തില്ല എങ്കിൽ അവന് ഇസ്സത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമ്മുടെ കയ്യിൽ തന്നത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ നജാത്ത്, രക്ഷയാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ വെച്ചത്. നമ്മളതാ മറന്നു കളഞ്ഞത്, അതാ നമ്മൾ പുറകിലേക്ക് ഇട്ടത്, അതാ നമ്മൾ മാറ്റിവെച്ചത്. നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു 1000 മനുഷ്യരെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, കൂട്ടുകുടുംബാദികളെ കാലാകാലം രക്ഷപ്പെടുത്താമായിരുന്നു ഈ തൗഹീദ് കൊണ്ട്. പക്ഷെ നമ്മൾ അലസരായി, നമുക്കത് ശ്രദ്ധയില്ലാതെ പോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലുത് മറ്റു വലുതാകണ്ടേ? അവരെ സംബന്ധിച്ച് അവർ വളരണം, ഉയരണം, അവർ BBC പാസ്സാണ്, LLB പാസ്സാണ്, ഡോക്ടറേറ്റ് എടുക്കണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അവരുടെ ദുനിയാവ് മുഴുവൻ സെറ്റാകണം നമ്മൾ ആലോചിച്ചു. പക്ഷെ അവരുടെ ആഖിറം സെറ്റാകാൻ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. താൽക്കാലികമായ 10-20 കൊല്ലം കാര്യം മകനൊക്കെ പഠിച്ച് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ദുനിയാവിൽ ജീവിക്കാൻ കിട്ടിയ വളരെ കുറച്ച് കാലമാണ്. പെൻഷൻ പറ്റാൻ അവസരം അതൊക്കെ എടുത്താൽ തന്നെ വളരെ കുറച്ച് കാലം ജീവിക്കാനുള്ളതെല്ലാം കൊടുത്തു നമ്മൾ. പക്ഷേ കാലാകാലം വരുന്നൊരു ലോകത്തേക്ക് വേണ്ട അടിസ്ഥാനപരമായ അറിവ്, ബോധം, ചിന്ത,
അതിന് വേണ്ട ഈമാന് അത് കൊടുക്കാതെ പോയാൽ നമ്മൾ നിന്ദിരാണ്. ഇനി ഒന്നുമില്ലെന്ന് വിചാരിക്കാം. നമ്മുടെ ദുനിയാവിൽ നമുക്കൊന്നുമില്ല, നമ്മൾ വെറുതെ മണ്ണ് കപ്പി ജീവിക്കുന്ന മനുഷ്യരാണ്. അതൊന്നും അധികം സമയം വേണ്ട. ഫലസ്തീൻ നമ്മൾ കാണുകയാണ്. നമ്മളെപ്പോലെ വീട്ടിൽ കിടന്നുറങ്ങിയ ആളുകളാണ്, സ്കൂളിൽ പോയ മക്കളാണ്, പള്ളിയിൽ ഇതുപോലെ ഖുർആൻ ക്ലാസ് കേൾക്കാനൊക്കെ വന്നിരുന്ന ആളുകളാണ്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് എടുത്തു കളഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാനില്ല. നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെട്ടാൽ ഒരു ചുക്കും നമുക്ക് സംഭവിക്കാനില്ല. അതൊരു മനുഷ്യന്റെ ഈമാൻ, ആ ഈമാൻ കൊണ്ട് അതിജീവിക്കാൻ കഴിയുന്ന കാര്യമാണ്. ദുനിയാവിൽ നഷ്ടപ്പെട്ട ആളുകൾ, ദീൻ കൊണ്ട് നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് ആഖിറത്തിൽ അല്ലാഹു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ദീൻ കൊണ്ടാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങൾക്കുള്ളതാണ് ആഖിറം. മനസ്സിലായോ? അതുകൊണ്ട് ഫലസ്തീനിലെ മക്കള്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ മണ്ണ് കപ്പിക്കിടക്കാണ്. കഴിക്കാനില്ല, കുടിക്കാനില്ല, സ്കൂളില്ല, പള്ളിയിൽ പോയിട്ട് പിന്നെ നിസ്കരിക്കാൻ നമ്മൾ പോണത് പോലെ സുഖമായിട്ട് ബാങ്ക് കൊടുക്കുക, ചെല്ലുക, വുളു എടുക്കുക, നിസ്കരിക്കുക, അങ്ങനെ സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴും ഒരൊറ്റ ഫലസ്തീനി ആത്മഹത്യ ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. കഴിഞ്ഞ തവണ ദുബൈയിൽ വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സുഖമില്ലാതായി. ചെറിയൊരു സ്റ്റോണിന്റെ പ്രശ്നമാണ്. ആ സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് രക്തം ഇങ്ങനെ ബ്ലഡിലൂടെ പോവാണ്. ഞങ്ങൾ കൊണ്ടു നടന്നൊരു നമ്മുടെ സുഹൃത്ത് ആ സന്ദർഭത്തിൽ ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയുള്ള നമ്മുടെ റസാഖ് സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഡോക്ടറുണ്ട് ജോർജ് അബ്രഹാം, അറിയപ്പെട്ട യൂറോളജിസ്റ്റ്. അപ്പം അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ബുക്ക് ചെയ്തു. ഞങ്ങളുടെ കൂടെ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാം, ഡോക്ടറെ കാണിക്കാം. അങ്ങനെ അന്ന് രാത്രി ജോർജ് അബ്രഹാമിനെ കാണാൻ ബുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ച് കിടന്ന് പിറ്റേ ദിവസം മൊബൈൽ രാവിലെ സുബൈക്ക് എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പിൽ വന്ന മെസ്സേജ് ജോർജ് അബ്രഹാം ആത്മഹത്യ ചെയ്തു എന്നാണ്. 1 കോടിയിലധികം രൂപയാണ് മാസം അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി. 1000-ലധികം അല്ലേ, എത്രയാ, 4000-ഓളം വരുന്ന സർജറി ചെയ്ത വിദഗ്ധനാണ്. എറണാകുളത്തെ ഏറ്റവും അറിയപ്പെട്ട ലക്ഷോർ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഇത്രയും അധികം സർജറി ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ ഡോക്ടേഴ്സ് മുഴുവൻ ഒരുമിച്ച് കൂടുന്ന വലിയൊരു സദസ്സ് ഒരുക്കി അദ്ദേഹത്തെ ആദരിക്കാൻ കാത്തിരിക്കുന്ന ആ വേളയിൽ സ്റ്റേജൊക്കെ ഒരുങ്ങി. പക്ഷേ അദ്ദേഹത്തിന്റെ വലിയ വിലപിടിപ്പുള്ള ഒരു ഫാമിൽ അതിലൊരു കയറിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. പണമുണ്ട്, പ്രതാപമുണ്ട്, പ്രശസ്തിയുണ്ട്, ആസ്തിയുണ്ട്, അധികാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഹൃദയത്തിന് ബലമില്ല. എന്നാൽ ആത്മഹത്യയുടെ ആൾക്കാരാരാ? ഫലസ്തീനി മക്കളും ഉമ്മമാരും ഇല്ല ആത്മഹത്യയുണ്ട്. ഒരാത്മഹത്യ ചെയ്യോ? ഇല്ല. അവർക്ക് ഈമാനുണ്ട്. എന്താ ഈമാൻ? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ فَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. എന്ത് മുസീബത്ത് വന്നാലും ഇസ്തിർജാ കൊണ്ട് അവർ അഭയം തേടും. അള്ളാഹുവിൻ്റെതാണോ ഇതൊക്കെ? റബ്ബിൻ്റെതാണ്, ഞാൻ പോലും പടച്ചോൻ്റെതാണ്. വഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ ഒരു ഉത്ബോധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ദുനിയാവിൽ രാജാക്കന്മാർ. ഈ ഒരു ഉത്ബോധം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിലെ രാജാക്കന്മാരാണ്. രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഞാൻ രണ്ടർത്ഥത്തിലോ പറയണേ. തൗഹീദ് ആ വഴിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഭൂമിയിലെ രാജാക്കന്മാർ. അവരാണ് ഏറ്റവും ഇസ്സത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. മുനാഫിക്കുകളായ ആളുകൾ, ഹിജറ വന്ന ആളുകൾ നോക്കിയിട്ട് പറഞ്ഞു ഇവർ അതല്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലല്ലോ, ഇവർ ആ നാടും വീടും വിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ അതല്ലുകളാണ്. അള്ളാഹു അതിന് മറുപടി പറഞ്ഞു. റബ്ബ് അതിന് മറുപടി പറഞ്ഞത് എന്താ? മറുപടി പറഞ്ഞത് അത് പറഞ്ഞത് അബ്ദുല്ലാഹിബിന് ഉബയ്യിബ്നു സലൂലിനെ പോലെയുള്ള മുനാഫിക്കുകളാണ്. അത് നോക്കുമ്പോൾ വൈറ്റ് കോളേഴ്സ് അല്ല, കുറേ പാവങ്ങൾ. എവിടെ നിന്ന് വന്നതാ? മക്കത്തുനിന്ന് വന്നതാണ്. കിടപ്പാടമില്ല, വീടില്ല, പാടമില്ല, പറമ്പില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ്, നമ്മൾ ഈ നാട്ടിലെ പ്രമാണിമാരൊക്കെ ഉള്ളപ്പോൾ കുറേ ആളുകൾ ഇവിടുന്ന് വലിഞ്ഞു കയറി വന്ന ആളുകൾ അവർ അതല്ലുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹുവിനുള്ളതാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ റസൂലിനുള്ളതാണ് ഇസ്സത്ത്, വിശ്വാസികൾക്കുള്ളതാണ് ഇസ്സത്ത്. എന്നാൽ മുനാഫിക്കുകൾക്ക് കഥയറിയില്ല, ഒരു വിവരമില്ല അവർക്ക് എന്ന് ഖുർആൻ പറഞ്ഞു.
മുനാഫിക്കൽക്കൊരു വിവരമില്ല. അള്ളാഹുവിനും റസൂലുള്ള ഇസ്സത്ത് പടച്ചു തരുന്നതാണ്, അള്ളാഹ് തരുന്നതാണ്. അത് അള്ളാഹ് എടുത്തു കളയും. എപ്പോഴെന്നറിയോ? നമ്മൾ ഈ വഴിയും തെറ്റുമ്പോൾ, നിന്ദരാകുമ്പോൾ, നമ്മൾ മാറുമ്പോൾ, തൗഹീദ് മാറ്റിവെക്കുമ്പോൾ, പിന്നെ റബ്ബിൻ്റെ ആ സുരക്ഷിതമായ ഏറ്റവും സുരക്ഷിത മേഖലയായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പുറത്തേക്ക് വലിച്ചെറിയും, നിന്ദിച്ചെറിയും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഭരണം മാറി. ഇപ്പം നമ്മുടെയൊക്കെ ആധാരം ചോദിക്കുകയാണ്. ആര് പൗരത്വം ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നാട്ടിൽ വരുമ്പോൾ എല്ലാം പോയിട്ടുണ്ടാവോ അല്ലേ? SIR, CAA, NRC എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൗരത്വം ചോദിക്കുകയാണ്. അപ്പം നമുക്ക് വലിയ ബേജാറാ. കാര്യം ചോദിച്ചാൽ നമ്മുടെ ആധാരമാണ്, അതുകൊണ്ടാണ് പ്രശ്നം അല്ലേ? നമുക്കതുകൊണ്ട് വലിയ പ്രശ്നം. നമ്മുടെ ആധാരം ചോദിക്കുന്നത് കൊണ്ട് ഭയങ്കര ടെൻഷനാണ് നമ്മൾ. മനസ്സിലാക്കണം. അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള ഭരണകൂടം പോലും നമ്മുടെ മുന്നിൽ വന്നു, നമ്മുടെ മുകളിൽ വന്നു, നമ്മുടെ മേൽ അധികാരം ചെലുത്തി വന്നു. യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രശ്നം എവിടെ? അടിസ്ഥാന പ്രശ്നം എവിടെ? ആരുടെ പ്രശ്നം? പ്രശ്നം ആരുടേതാണ്? പ്രശ്നം ആരുടേതാണ്? രണ്ട് തരത്തിലാണ് വരിക. ഈ നേതാക്കന്മാർ മാറി വരുന്നത് രണ്ട് തരത്തിലാണ് വരും. ഒന്ന് ഒരു ഇബ്തിലായിട്ട് വരും, പരീക്ഷണമായിട്ട് വരും. പടച്ച് നമുക്ക് ഈമാൻ തെളിയിച്ച് കൂടുതൽ പ്രതിഫലം കിട്ടി നാളെ ആഖിറത്തിൽ വലിയ ആളുകളായിട്ട് എത്താനൊരു അവസരം. രണ്ടാമത് അദാബായി. നമ്മളൊന്ന് ആലോചിച്ച് നമ്മുടെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലായി ഇത് അദാബാണോ പരീക്ഷണമാണോ നമുക്ക് മനസ്സിലാവും. മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അദാബായിട്ടാണോ തന്നത്, ഇനി അതല്ല ഇബ്തിലാ പരീക്ഷണാർത്ഥാണോ തന്നത്? എന്താ ഇപ്പോൾ തോന്നണേ? നമ്മളൊക്കെ ഇസ്ലാമൊക്കെ സ്വീകരിച്ചിട്ട് ഈമാനിൻ്റെ കൊടുവാഹകരായി മാറിയപ്പോൾ അള്ളാഹു നമ്മുടെ ഈമാൻ പരീക്ഷിക്കാൻ ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ നിന്ന് നിർത്തിയതുപോലെ അങ്ങനെ നിർത്തിയതാണോ? ആണോ? അപ്പൊ പിന്നെ രണ്ടാമത്തെ ചാൻസാ. അതെന്താണ്? സൂറത്ത് അന്നാമിൽ അല്ലാഹു പറയാണ് എന്ത്? വകദാലിക നുവല്ലി ബഅദൽ-ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ ചെയ്തികൾ കൊണ്ട് അല്ലാഹു അക്രമികളെ അവർക്ക് സുൽത്താൻമാരാക്കി കൊടുത്തു, അവരുടെ രാജാക്കന്മാരാക്കി കൊടുത്തു. അക്രമികളായ ആളുകളെ അല്ലാഹു തീർക്കുക, ഫാഷിസ്റ്റുകളെ, ഫ്രോഡുകളെ, കലാപം നടത്തിയ മനുഷ്യരെ കൊല്ലുന്ന ആളുകളെ അല്ലാഹു അവരുടെ മേൽ എന്ത് കൊടുത്തു? ആരാക്കി കൊടുത്തു? രാജാക്കന്മാരാക്കി കൊടുത്തു. ഇത് അല്ലാഹു വളരെ കൃത്യമായി സൂറത്തുൽ അന്നാമിൽ പറയുന്ന സംഗതിയാ. കാരണം വെച്ചാൽ എല്ലാ അധികാരവും അള്ളാഹുവിൻ്റെതാണ്, റബ്ബിൻ്റെതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അധികാരവും. വമാ മിൻ യദിൻ ഇല്ലാ യദുല്ലാഹി ഫൗഖഹാ വലാ ളാലിമിൻ ഇല്ലാ സയുബ്ലാ ബിളാലിമി. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കത്തീർ റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്ന ഒരു ബൈത്താണത്. എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരത്തിന്റെ മേലും അധികാരമുള്ളവനാണ് അല്ലാഹു. എല്ലാ അധികാരത്തിന്റെ മേലും അധികാരമുള്ളവനാണ് അല്ലാഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മക്ക കൊടുത്തു. ഏത് നബി? ഏത് നബിക്ക് മക്ക കൊടുത്തത്? നബിക്കാ? മുഹമ്മദ് നബിക്ക് അല്ലേ? മുഹമ്മദിന്റെ അവസ്ഥ എന്താ? മുഹമ്മദിന്റെ അവസ്ഥ എന്താ? വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. യതീമായി പിറന്ന നബി. ആ നബി ആരായിട്ടാണ് മരിക്കുന്നത്? എങ്ങനെ രാജാവായത്? ഇന്നലെ നമ്മൾ പഠിച്ചു, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ രാജാവായത് എന്നുള്ളത് അല്ലേ? അതിന് വലിയ സമയമൊന്നും വേണ്ട. നമ്മളൊക്കെ അങ്ങനെ വെറുതെ സീബിൽ ചുറ്റേണ്ട കാര്യത്തിൽ പഠിച്ചു ഇപ്പഴാന്ന് പറഞ്ഞിട്ട് രാജാവാക്കി കളയും. അതിനൊന്നും വലിയ താമസമില്ല. മുഹമ്മദ് നബി യതീമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിയെ രാജാവാക്കി അല്ലാഹു മരിപ്പിക്കണേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് മടങ്ങി വന്നു. മനസ്സിലാക്കണം. ഹിജ്റ 8 മക്കം ഫതഹിന്റെ വിജയപേര് മുഴക്കി റസൂലുള്ളാഹി മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ ഏത് നാട്ടിലേക്കാണ് മടങ്ങി വരുന്ന? ഒരു കാലത്ത് തന്നെ അടിച്ച ബലിസിച്ച തെറി പറഞ്ഞ പട്ടിണിക്കിട്ട ബഹിഷ്കരിച്ച നാട്ടിലേക്ക് പ്രതാപിയായി രാജാവായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തേക്ക് വന്ന് റബ്ബു തആലയോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, എനിക്ക് നീ മക്ക തന്നു റബ്ബേ, എനിക്ക് മദീന തന്നു അല്ലാഹ്. എന്റെ സഹാബത്തിന്, എന്റെ കൂടെയുള്ള ആളുകൾക്ക് നീ റോം കൊടുക്കണേ അല്ലാഹ്, പേർഷ്യ നൽകണേ അല്ലാഹ്. മനസ്സിലാക്കണം. ആർക്ക്? എനിക്ക് എന്ത് തന്നു? എന്ത് തന്നു?
മക്ക തന്നു, മദീന തന്നു, എന്റെ കൂടെയുള്ള സ്വഹാബത്തിന് നീ കൊടുക്കേണ്ടത് എന്താണ്? റോം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഇന്നും സ്റ്റഡിയാണ്. എന്ത്? അവരുടെ അധികാരം എങ്ങനെയോ അത്രയും പ്രതാപശാലിയുടെ ആര്? റോമക്കാർ. പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ. ചെറിയ രാജ്യമാണോ? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും ഔന്നത്യം പ്രാപിച്ച മെഡിക്കൽ കോളേജുള്ള സ്ഥലമാണ് എവിടെ? പേർഷ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജുള്ള ലോകത്തെ അറിയപ്പെട്ട സ്ഥലമാണ് എന്ത്? പേർഷ്യ, ഇന്നത്തെ ഇറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ഡോക്ടർമാർ, മദീനയിലുള്ള ഡോക്ടർമാർ മുഴുവനും അറിയപ്പെട്ട ഡോക്ടർമാർ മുഴുവനും അന്നത്തെ പേർഷ്യയിൽ അവിടെ അന്നത്തെ MBBS പഠിച്ചു വന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആരാ? മെഡിക്കൽ സ്റ്റുഡന്റാ. അറിയോ? മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു. ആര്? മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു വന്ന് മഹാനായ മഹതിയായ ആയിഷുമ്മയോട് ചോദിക്കുന്നുണ്ട്, ഓ ആയിഷുമ്മ, നിങ്ങൾ ഒരു കവിയത്രിയാണെന്ന് എനിക്കറിയാം, എനിക്കതിൽ അത്ഭുതമില്ല. കാരണം നിങ്ങളുടെ ഉപ്പ ഒരു അറിയപ്പെട്ട കവിയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ അറിയപ്പെട്ട കവിയാണ്, നിമിഷ കവിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മദീനയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് രോഗം ബാധിച്ചപ്പോൾ ആളുകൾ രോഗവിവരം അറിയാൻ വന്നു. മദീനയിൽ വന്ന് രോഗം ബാധിച്ച് പരിബാധിച്ച് കിടക്കുമ്പോൾ എന്തുണ്ട് അബൂബക്കറെ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വന്ന ആളുകൾക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു കൊടുത്തത്, കുല്ലുംരിഇം മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅ്ലിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണത്. എല്ലാ മനുഷ്യരും രാവിലെയും വൈകുന്നേരവും കുടുംബത്തോടൊപ്പം സന്തോഷിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും കഴിയുകയാണ്. പക്ഷെ അവരിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തവന്റെ മരണം നിൽക്കുമ്പോ പിന്നെ പനി എന്നൊക്കെ പറയുമ്പോൾ മാനക്കേടല്ലേ? എങ്ങനെ പനി എന്നൊക്കെ? എനിക്ക് പനി ബാധിച്ചു, എനിക്ക് കുളിര്, എനിക്ക് ജലദോഷം എന്നൊക്കെ പറയണമെങ്കിൽ മരണം എവിടെ ഉണ്ട്? മരണം എവിടേക്കാണ്? ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത്. പിന്നെ പനി എന്നൊക്കെ പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അത് കവിതയിലൂടെ പറഞ്ഞത്. ആര്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങളൊരു കവിയത്രിയാണെന്ന് എനിക്കറിയാം, അതിലെനിക്കൊരു അത്ഭുതവും ഇല്ല. കാരണം നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. ദീനിൽ ഏറ്റവും അവഗാഹമുള്ളൊരു സ്ത്രീ ഇവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ്. കാരണം കാനത്തു ഉമ്മുന ഫിൽ ഇൽമി ബഹ്റാ, നമ്മുടെ ഉമ്മ ഇൽമിന്റെ കാര്യത്തിൽ കടൽ സമാനമാണ്. മഹദി ആയിഷ ബീവി 2000-ലധികം ഹദീസുകൾ ലോകത്തിന് ഓതിക്കൊടുത്ത ഏത് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മസ്അല പറയുന്ന അഭിപ്രായം പറഞ്ഞ് ഫത്വ ഇറക്കാൻ പാണ്ഡിത്യമുള്ള ആളാണ് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ അത്രയും ഫിഖ്ഹിൽ അവഗാഹമുള്ള ഒരു സ്ത്രീയായതിലും എനിക്ക് അത്ഭുതമില്ല. കാരണം നിങ്ങൾ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. നിങ്ങൾക്ക് ഇൽമിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കും ഇൽമിട്ടുക? നബിയുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക്, അതും ഇത്രയും പരിപക്വമായ ആ പ്രായത്തിൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രായത്തിൽ നബിയോടൊപ്പം ജീവിക്കാൻ അവസരം കിട്ടിയ നിങ്ങളാണ് ഏറ്റവും വലിയ പണ്ഡിതയാകേണ്ടത്. അപ്പൊ നിങ്ങളൊരു പണ്ഡിതയാണെന്ന വിഷയത്തിലും എനിക്ക് അത്ഭുതമില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മെഡിക്കൽ ഇൽമ് എവിടുന്നാ കിട്ടിയത് എന്ന വിഷയത്തിലാണ്. തിബ്ബിയായ ഇൽമ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത് എന്ന കാര്യത്തിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. നിങ്ങൾ എങ്ങനെ ഈ മെഡിക്കൽ പഠിച്ചത്? ആരാ ചോദിക്കണത്? ഉറവറിയുന്ന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെ പറ്റി ആയിഷ വിശദീകരിക്കുന്ന വളരെ സുദീർഘമായ ഹദീസ് മുസ്നദ് അഹ്മദിൽ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇടപെടലുകളും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഇടപെടലുകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ഇടപെട്ടത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, ആ രൂപത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവന്നൊരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നു. മക്കം ഫതഹിന്റെ അന്ന് വിജയഭേരി മുഴക്കിയ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് വേണ്ടി, തന്റെ അണികൾക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ അത്രയും പ്രതാപമുള്ള, മെഡിക്കൽ രംഗത്ത് വലിപ്പമുള്ള, വളർച്ചയുള്ള ഒരു രാജ്യം പേർഷ്യ എന്ന രാജ്യം, റോമൻ എംപയറും പേർഷ്യൻ എംപയറും എന്റെ സ്വഹാബത്തിന് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി പറയുന്നത് കേട്ട ജൂതന്മാരും അതുപോലെ തന്നെ മുനാഫിക്കുകളുമായ ആളുകൾ അന്ന് നബിയെ പരിഹസിച്ചിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇയാളുടെ ഒരു അത്യാഗ്രഹം കണ്ടില്ലേ? മക്കയും മദീനയും വെച്ച നാട്ടുരാജ്യാടോ,
നാട്ടുരാജ്യമാണ്. ഏത് ഒരു മൂപ്പനും അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇത് പേർഷ്യ എന്നൊക്കെ പറഞ്ഞാൽ, പേർഷ്യ എന്ന് പറഞ്ഞാൽ റോം എന്ന് പറഞ്ഞാൽ വമ്പൻ പടയും സൈന്യവും കോട്ടയൊക്കെ ഉള്ള രാജ്യം. ഇപ്പോഴും അവരുടെ അവശിഷ്ട ലോകത്തുണ്ട്. വലിയ സാമ്രാജ്യമാണ്. അത് ആർക്ക് കൊടുക്കണമെന്ന് പറയണത്? ആർക്ക് കൊടുക്കണമെന്ന് പറയണത്? നബിയുടെ സ്വഹാബത്തിന് കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങളുടെ ദുരാഗ്രഹം കൊള്ളാമല്ലോ, ഇതൊരിക്കലും നടക്കാത്ത സ്വപ്നമാണല്ലോ എന്ന് പറഞ്ഞ് മുനാഫിക്കുകളായ ആളുകൾ പരിഹസിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ വിളിച്ചു പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് റോമ വേണോ പേർഷ്യ വേണോ? നിങ്ങൾക്ക് റോം വേണോ പേർഷ്യ വേണോ? എങ്കിൽ ഞാൻ ഒരു കലിമത്ത് പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം. നിങ്ങളതങ്ങ് പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ റോം നിങ്ങൾക്ക് ഞാൻ തരും, പേർഷ്യ ഞാൻ നിങ്ങൾക്ക് തരും. ഏതാണ് ആ കലിമത്ത്? ഏതാണ് ആ കലിമത്ത്? അതൊക്കെ ഉണ്ട് അതിനകത്ത്, അതല്ല. സൂറത്ത് ആൽ ഇംറാനിൽ ഇന്നും ആ ഭാഗം അല്ലാഹു രേഖപ്പെടുത്തി. ഏതാണ് ആ വാചകം എന്നറിയോ? നിങ്ങൾക്ക് റോം വേണോ പേർഷ്യ വേണോ? നിങ്ങൾ ദുആ ചെയ്തു കൊള്ളുക. ആ ദുആയിൽ എന്താ നിങ്ങൾ പറയേണ്ടത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ആൽ ഇംറാൻ ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ വായിച്ചോ? ഇബ്നു കസീർ എടുത്തോ, അതുപോലെ തന്നെ മഹാനായ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ എടുത്തോ, ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ എടുത്തോ, എല്ലാ തഫ്സീറിലും രേഖപ്പെടുത്തി വെച്ചത് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ ഇറക്കി കൊടുക്കുകയാണ് തന്റെ സ്വഹാബത്തിന്. റോമും പേർഷ്യയും ചോദിച്ച സന്ദർഭത്തിൽ, റോമിന് നിങ്ങൾക്ക് കിട്ടാൻ, പേർഷ്യ നിങ്ങൾക്ക് കിട്ടാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഈ വാചകം കുത്തിവെച്ചത് ആവർത്തിച്ച് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ മാലിക്കൽ മുൽക്ക്, രാജാതിരാജനായ അല്ലാഹുവേ, തൂത്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീയാണ് അല്ലാഹ് അധികാരം നൽകുന്നത്. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീയാണ് അല്ലാഹ് അധികാരം എടുത്തു കളയുന്നത്. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീയാണ് അല്ലാഹുവേ ഇസ്സത്തിലാക്കുന്നത്. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ നീയാണ് അല്ലാഹ് നിന്ദിനാക്കുന്നത്. ബിയദിക്കൽ ഖൈർ, സർവ്വ നന്മകളും നിന്റെ കയ്യിലാണ് അല്ലാഹ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണോ ആണ് അല്ലാഹ് എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് തരും? നിങ്ങൾക്ക് ഈമാനുണ്ടോ? ഈമാനുണ്ടോ? ഉറപ്പാണോ? ഇത് ഉറപ്പാണോ? ഇത് ഉറപ്പാണോ? ആണോ? അങ്ങനെ ഉറപ്പാണെന്ന് പറയണ്ട. അല്ലാഹ് കൊടുത്തു. ആരുടെ കയ്യിൽ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. എന്തു കൊടുത്തു? പേർഷ്യയും റോമും എടുത്തു കൊടുത്തു. 2.5 കൊല്ലം കൊണ്ട്. നേരത്തെ പറഞ്ഞ എത്രയായിരുന്നു? ഇന്നലെ പറഞ്ഞ എത്രയായിരുന്നു? 3 കൊല്ലം. 3 കൊല്ലം കൊണ്ട് റസൂലുള്ളാഹി രാജാവായെങ്കിൽ 2.5 കൊല്ലം കൊണ്ട് റോമും പേർഷ്യയും ഭരിച്ചു. ആര്? 2.5 കൊല്ലം വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം അന്ന് പേർഷ്യ കിട്ടി. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം എന്ന് വെച്ചാൽ 2 കൊല്ലവും കേവല മാസങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ. ഉമർ റളിയല്ലാഹു ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പോ അങ്ങകലെ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് വിളി വന്നു. ആർക്ക്? ഉമർ റളിയല്ലാഹുവിനെ. എന്തിനാ? ഈ നാട് നിങ്ങൾക്ക് എഴുതി തരും. ആരാ വിളിച്ചത്? പാത്രിയാർക്കീസുമാർ. എവിടെയുള്ള പാത്രിയാർക്കീസുമാർ? റോമൻ സാമ്രാജ്യത്തിൽ എംപയറിന്റെ കീഴിൽ ജീവിച്ച പാത്രിയാർക്കീസുമാർ. അവര് മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട്, അതുപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. എന്ത്? ഉമർ വന്നാൽ എന്ത് തരും? ലബനാൻ കഴിഞ്ഞു, അത് കിട്ടി. ജോർദാൻ കഴിഞ്ഞു, ആരപ്പ കഴിഞ്ഞു. അവസാനം ഈ ഫലസ്തീന്റെ മണ്ണ് ആർക്ക് തരും? ഉമറിന്റെ കയ്യിൽ തരും. അതുകൊണ്ട് ഉമർ വരട്ടെ. മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. ഉസാമത്ത് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് അവരിങ്ങനെ നടന്നു വരികയാണ്. മനസ്സിലാക്കണം, 22 രാജ്യങ്ങളുടെ അധിപതിയാണെന്ന്. ആര്? 1-2 രാഷ്ട്രമല്ല. ഈ ഒമാന്റെ ചരിത്രമൊക്കെ റസൂലുള്ളാഹിയുടെ കാലം മുതൽ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. യമന്റെ ചരിത്രം അവിടെ നിന്ന് തുടങ്ങി 22 രാജ്യങ്ങളുടെ അധിപനാണ് കടന്നു വരുന്നത് എങ്ങോട്ട്? ഫലസ്തീനിലേക്ക്. അന്ന് സ്വഹാബത്ത് കൂടുതലും ഉള്ളത് ഫലസ്തീനിലാണ്. അവരിങ്ങനെ കാത്തു നിൽക്കണം ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അവിടുത്തെ പാത്രിയാർക്കീസുമാർ, ക്രിസ്ത്യൻ സൊസൈറ്റി, ജൂത സൊസൈറ്റി എല്ലാവരും കാത്തു നിൽക്കുകയാണ്.
കാരണം 22 രാജ്യങ്ങളുടെ അധിപതിയാണ് വരുന്നത്. നോക്കുമ്പോൾ ഒരു ഒട്ടകം ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അങ്ങ് അകലെ നിന്ന്. ആ ഒട്ടകം ഇങ്ങനെ നടന്ന് അടുത്ത് വന്നപ്പോൾ ആളുകൾ ചിന്തിച്ചു, ആൾക്ക് മനസ്സിലായി ഉമറാ വരുന്നത്. ആളുകൾ വിളിക്കാൻ തുടങ്ങി, അഹ്ലൻ വസഹ്ലൻ മർഹബൻ യാ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു സ്വാഗതം പറയാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ, അവിടുത്തെ നാട്ടുകാർ നോക്കുമ്പോൾ, ഇതാണോ ഭരണാധികാരി? 22 രാജ്യങ്ങളുടെ ഭരണാധികാരിയുടെ വരുന്ന ഒരു ഒട്ടകത്തിന് പുറത്ത് ആണോ? അപ്പോൾ അവസാനം അവർക്ക് വിശ്വസിക്കേണ്ടി വന്നു, ഉമർ തന്നെയാണ് വരുന്നത്. അവസാനം നോക്കുമ്പോൾ അവർ കരുതി ഒട്ടകത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളായിരിക്കും ഉമർ. അപ്പോൾ സംഗതി ഇവരെ ഊഴം വെച്ച് വന്നതാണ്. എന്ന് വെച്ചാൽ ഒരാൾ ഒട്ടകത്തിൻ്റെ മുകളിലായിരിക്കുമ്പോൾ മറ്റേയാൾ കയറും പിടിച്ചിടങ്ങും, മറ്റേയാൾ ഇറങ്ങുമ്പോൾ ഇയാൾ കയറണം. അങ്ങനെ ഊഴം വെച്ച രണ്ടും കൂടെ വന്നത്. പക്ഷേ ഈ ബോർഡർ എത്തിക്കഴിഞ്ഞപ്പോൾ ഊഴം ആരുടേതാ? ഉസാമ റളിയല്ലാഹു മുകളിൽ കയറിയിരിക്കണത്. കയറും പിടിച്ച് വരുന്ന ആളാരാ? ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നപ്പോൾ സഹാബികൾ സ്വീകരിച്ചു, സന്തോഷമായി, ആളുകൾ അന്തം വിട്ടിക്കണ്ട്. ഇതാണ് ഉമർ. നോക്കുമ്പോൾ ഒരു കീറ കുപ്പായി കിട്ടാൻ വന്നിരിക്കണം. ആര്? നമ്മളാണെങ്കിൽ നല്ല സെറ്റപ്പ്, 15,000 ഇല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തെങ്കിലും ഒരു കോട്ടൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉഷാറായിട്ടാണ് ചെല്ലല് അല്ലേ? ഇനി മനസ്സിലാക്കണം ഇദ്ദേഹം എന്താ എങ്ങനെ ചെല്ലേണ്ടത്. അവിടെ ചെന്നോടെ തന്നെ കുപ്പായം മാറ്റണം. ഉമർ റളിയല്ലാഹു ആരെങ്കിലും ഒരു കുപ്പായം, പ്ലീസ് ഒരു കുപ്പായം തരുമോ, എൻ്റെ ഈ കുപ്പായം ഒന്ന് മാറാൻ. അപ്പോൾ അവസാനം ഒരു കുപ്പായം കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ കൊണ്ടുവന്ന കുപ്പായം ഇട്ട കുപ്പായത്തേക്കാൾ ഉഷാറ്. അപ്പോൾ ഈ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, എന്ത് ഉമർ ഒരു പണി അതങ്ങോട്ട് കളഞ്ഞേക്ക്, ഇത് എടുത്തോന്ന് പറഞ്ഞു, എൻ്റെ വക ഗിഫ്റ്റ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. കാര്യം അതിനേക്കാളും കൊള്ളായി കൊണ്ടുവന്നത്. അപ്പോൾ ഉമർ തന്നെ അതൊന്നും വേണ്ട, കുപ്പായ തൽക്കാലം കൊടുത്തു മാറാൻ മാത്രം മതി. എന്നിട്ട് ഈ കൊണ്ടുവന്ന കുപ്പായിട്ട് ഇത് അടിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അത് ഒന്ന് കഴുകി കൊണ്ടുവരുമ്പോൾ ഒന്ന് തയ്ച്ചു കൊണ്ടുവരണം. കാര്യം കുറേ ഊട്ടയും ഹോളൊക്കെ ഉണ്ട് അതിനകത്ത്, അതൊന്ന് തയ്ച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ തയ്ച്ചു കൊണ്ടുവന്നു. ആ കുപ്പായം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇട്ടു. അതിന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നാളെ നമുക്ക് പോകണ്ടേ? ശരി, റെഡിയാണ്. അങ്ങനെ എല്ലാവരും പോണത് പാത്രിയാക്കി സുമാർ അടുക്കലേക്കാണ്. എന്തിനാ പോണേ? ഒരു വലിയ രാജ്യം കൊടുക്കുകയാണ്, കൈമാറുകയാണ്. ഒരു വലിയ രാജ്യം കൈമാറുന്ന ചടങ്ങാണ്. ആ ചടങ്ങ്, അതിൻ്റെ അടയാളം ഇന്നും ലോകം സൂക്ഷിച്ചു, അൽ-അഹദത്തുൽ ഉമരിയ്യ, ഉമർ റളിയല്ലാഹു അൻഹു ഉടമ്പടി എന്ന രൂപത്തിൽ. അങ്ങനെ നൂറ്റാണ്ടുകൾ ചരിത്രം സൂക്ഷിക്കപ്പെട്ട വലിയൊരു സംഭവം നടക്കാൻ പോവാണ്. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി റെഡിയായിട്ട് ഇങ്ങനെ ആ കീറിയ കുപ്പായം തയ്ച്ചതൊക്കെ ഇട്ടിങ്ങനെ വരുമ്പോൾ പുറത്ത് കുറേ അശ്വഭടന്മാരും കുതിരകളും കുന്തവും വർണ്ണവും വർണ്ണാഭവും ഒക്കെ ആയിട്ട് ഒരു വലിയ ചടങ്ങ്. ഉമർ റളിയല്ലാഹു അൻഹു ഇതെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് നമ്മുടെ മക്കത്ത് അവിടെ പോയ കേസല്ല, ഇതേതാ ഇത് റോമാണിത്. റോമിൻ്റെ പടയും റോമിൻ്റെ സ്വീകരണവും ഇവിടുത്തെ രാജകീയമായ പ്രോട്ടോകോൾ പ്രകാരമുള്ള സംഗതികളൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിക്കുന്നു, വേഗം വിളിക്കുന്നു പറഞ്ഞു. എല്ലാവരും വിളിച്ചു കൂട്ടി, എല്ലാവരും വന്ന് നിരന്നു. സ്വഹാബത്ത് അടങ്ങുന്ന ആളുകൾ വന്ന് നിന്നപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു നടത്തിയ ചരിത്ര പ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരായിരുന്നു, ഒന്നുമില്ലാത്തവർ, ഒട്ടക സംസ്കാരത്തിന്റെ ഉടമകൾ, ഒരു പ്രതാപവുമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാതിരുന്നവർ, വിവരമില്ലാതിരുന്നവർ, സർവ്വ കൊള്ളരുതായ്മകളെയും പേർ ജീവിച്ച ആളുകൾ. നമുക്കിടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കൊണ്ടുവന്നു, ദീനിനെ കൊണ്ടുവന്നു, ഈ മഹത്തായ ആദർശം കൊണ്ടുവന്നു. അങ്ങനെ ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു നമ്മെ ഇസ്സത്തിലാക്കി, ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു നമ്മെ പ്രതാപവാന്മാരാക്കി, ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രാജാക്കന്മാരാക്കി. അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിനെ കൊണ്ട് അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകി. ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്. ഏതു സമയത്തിന് ഈ അള്ളാഹു നമ്മെ ഇസ്സത്തിലാക്കി ഇസ്ലാം കൊണ്ടല്ലാത്ത മറ്റു കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അഭിമാനം തേടിയാൽ, ഇസ്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ഈ പറയുന്ന ജാടകൾ കൊണ്ട് പ്രതാപം നമ്മൾ തേടിയാൽ, അതല്ല അള്ളാഹു അന്ന് നമ്മെ നിന്ദിച്ചു കളയും. മനസ്സിലാക്കണം, ഇസ്ലാം കൊണ്ടും ഈമാൻ കൊണ്ടുമല്ലാതെ നിങ്ങൾ ഇസ്സത്ത് തേടാൻ എന്നൊരുങ്ങുന്നുവോ, അതല്ല അള്ളാഹു അന്ന് നമ്മെ നിന്ദിച്ചു കളയും. അപ്പൊ ഇതൊരു ചെറിയ കാര്യമില്ല. നമുക്ക് ഇസ്സത്ത് വേണമെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്നതാണ്. കാരണം അത് അവന്റെ കയ്യിലുള്ളതാണ് ഇസ്സത്ത്. സുബ്ഹാന റബ്ബിക, അങ്ങനെ പറയാത്ത എന്താ? സുബ്ഹാന റബ്ബിക അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. സുബ്ഹാൻ റബ്ബിക റബ്ബിൽ ഇസ്സത്തി. എന്താണ് റബ്ബിൽ ഇസ്സ? ഇസ്സത്തിന്റെ റബ്ബ് ആരാണ്? അള്ളയാണ്. അത് ഉറച്ച് കൽബിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. അള്ളാഹ് തരും. നിൽക്കുന്നിടം മുഴുവനും, നടക്കുന്നിടം മുഴുവനും, ശത്രുവിന്റെ മനസ്സിൽ പോലും അള്ളാഹു നമുക്ക് ഇസ്സത്ത് തരും.
അപ്പോൾ ആ ഇസ്സത്ത് നമുക്ക് ഈമാൻ കൊണ്ട്, ഇസ്ലാം കൊണ്ട്, തൗഹീദ് കൊണ്ട് നേടണം. അത് ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തായി പരിണമിക്കും, കിരീടമായി പരിണമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാക്കന്മാരാക്കും. അടികൊണ്ടാളാണ് ആര്? ബിലാൽ. എവിടെ? ഫത്ഹാഇന്റെ മലഞ്ചെരുവിൽ കിടന്ന് അടികൊണ്ടാളാണ് ആര്? ബിലാൽ. അടിമയായിരുന്നു ആര്? ആരുടെ അടിമ? ഉമയ്യത്തിന്റെ അടിമ. ഈമാൻ സ്വീകരിച്ചപ്പോ ചാട്ടമാറിന്റെ അടിയേറ്റ് പിടഞ്ഞിട്ട് ഫത്ഹാഇന്റെ മലഞ്ചെരുവിൽ ഉരുണ്ട ബിലാല് ശരീരത്തിൽ നിന്ന് തൊലി ഇങ്ങനെ ഉരിഞ്ഞു വന്ന നേരത്ത്, ഉരുളുന്ന ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വലിയ പാറക്കല്ല് കയറ്റിവെച്ചടിച്ചു. സൂര്യൻ തീ തുപ്പിക്കൊണ്ടിരിക്കുമ്പോ മരുഭൂമിയിൽ കിടന്നിട്ട് തൊണ്ട വരണ്ട് വാവിട്ട് നിലവിളിച്ച് ദാഹം ദാഹം എന്നിങ്ങനെ വിളിച്ചു പറയണം മരണവപ്രാളത്തിൽ ബിലാൽ. ആ സമയത്ത് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ മഹാനായ ബിലാൽ മുഅദ്ദിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുമ്പോ നാവ് കൊണ്ട് നക്കി തൊണ്ട നനച്ചു മഹാനായ ബിലാൽ മുഅദ്ദിൻ. ആ ബിലാൽ മരിക്കുന്നത് ആരായിക്കൊണ്ടാണ്? എവിടെ മരിക്കണത്? ബിലാൽ എവിടെ മരിക്കണത്? ഒന്ന് പഠിച്ചോ. എങ്ങനെയാ മരിക്കണത്? അടിമയായിട്ടോ? ഗവർണറായിട്ടാ മരിക്കണത്. ആര്? ബിലാൽ. മുആദ് ഇബ്നു ജബൽ മരിക്കുന്ന എവിടെയാ? എങ്ങനെയാ മരിക്കണത്? മുആദ് ഇബ്നു ജബൽ രാജാവായിട്ട്. എവിടെ? ഷാമിൽ. അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തൊക്കെ മുഴുവൻ രാജാക്കന്മാരും ഗവർണർമാരും വലിയ പോസ്റ്റിലായിക്കൊണ്ടാണ് മരിക്കണത്. ആ പോസ്റ്റ് അള്ള കൊടുത്ത പോസ്റ്റാണ്. ആ ഇസ്സത്ത് അള്ള കൊടുത്ത ഇസ്സത്താണ്. അത് നമ്മുടെ കയ്യിൽ ഇന്നുണ്ട്, നമ്മൾ പഠിക്കണം. അതുകൊണ്ട് സീബിൽ കൂടിയ മനുഷ്യരോട് പറയുന്നത്, വേറെ നമ്മളൊക്കെ എല്ലാ സെറ്റപ്പും ഉണ്ടാവും. അള്ളാഹ് നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. ജോലി തന്നു, ഫാമിലിയെ തന്നു, പൈസ തന്നു, സ്റ്റാറ്റസ് തന്നു, ഇതൊക്കെ തന്നു. പക്ഷെ ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ അള്ളാഹുവിന് എന്ത് തിരിച്ചു കൊടുത്തു എന്നുള്ളത്. ഒറ്റ ചോദ്യമുള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം തേടിയാൽ ഉറങ്ങാൻ നമുക്ക് പറ്റില്ല, ഒഴിവ് കഴിവ് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ചോദിക്കാത്ത ചോദ്യം അത്. നമ്മളോട് ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഒരു ബ്രാഹ്മണനായ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ശാന്തിയാകാൻ പഠിക്കാൻ പോയി. ബ്രാഹ്മണനായി ജനിച്ച് അമ്പലത്തിലെ ശാന്തിയാകാൻ പഠിച്ച്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിനൊരു മാറ്റമുണ്ടായി. അദ്ദേഹം ദീൻ സ്വീകരിച്ചു, മുസ്ലിമായി കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പുറകെ നിസ്കരിക്കാനൊക്കെ അവസരം കിട്ടി. ഒരു പള്ളിയിലെ ഇമാമായിരുന്നു അദ്ദേഹം. മഗ്‌രിബ് നിസ്കാരത്തിനോ മറ്റോ ആണ് നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇയാൾ പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. ഇന്ന് ഇമാം ഇന്നാളെ ഞാനില്ല. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, മുസ്ലിമായ ആളാണ്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ, ഞാൻ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കണം, പഠിച്ചോനെ ഇയാൾ ഖുർആൻ ഓതുന്ന ഓത്ത് പോലെ എനിക്ക് ഓതാൻ പറ്റിയിരുന്നെങ്കിൽ. അത്രയും മനോഹരമായി ഹറമിലൊക്കെ ഖുർആൻ ഓതുന്നത് പോലെ വളരെ സുന്ദരമായ ഖിറാഅത്ത്. ഞാൻ നിസ്കാരം ആസ്വദിച്ച് നിസ്കരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേട്ടിട്ട്. പക്ഷെ ഇദ്ദേഹം ബ്രാഹ്മണനായിരുന്നു കേട്ടപ്പോൾ, അതൊരു ചെറുപ്പക്കാരൻ, വലിയ പ്രായമില്ല, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പോകുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. ഞാനപ്പോൾ ഇയാളെ പരിചയപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ സലാം വീട്ടിൽ കഴിഞ്ഞ് വന്നിരുന്നു, പരിചയപ്പെട്ടതിന് ശേഷം നമ്മളിങ്ങനെ സംസാരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഓരോ കഥകൾ പറഞ്ഞു. വാപ്പ, ഉമ്മ, അച്ഛനൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്, ഒറ്റയാണ്, മറിച്ചാണ്, ഞാൻ ഒറ്റക്കാണ് ധരിച്ചാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമോ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, നമ്മളൊക്കെ തന്നെ ഉണ്ടാവും, നിങ്ങൾ ബേജാറാകണ്ടാന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാൻ കുടുങ്ങിയിട്ട് പ്രശ്നമുണ്ടോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പ്രശ്നം? എന്തുണ്ടെങ്കിലും ധൈര്യത്തിൽ നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളുടെ സഹോദരനായി കണ്ടാൽ മതി, ഒരു ബേജാറാകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിങ്ങനെ കുറച്ച് നേരം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എൻ്റെ പ്രശ്നം നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ പിന്നെയും ബ്ലിങ്കി. ഞാൻ പറഞ്ഞു, അതല്ല, എന്നെക്കൊണ്ട് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ ഞാൻ പറഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ഒക്കെ അത് പരിഹരിക്കാതാണ്. അപ്പോൾ അയാൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചത്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ മറ്റുള്ള എന്തെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലാതെ തനിച്ച് വന്ന ആളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ പറഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അയാൾ എൻ്റെ മുഖത്തെ കുറച്ച് നേരം പിന്നെയും നോക്കിയിട്ട് പറഞ്ഞു, മൗലവി, ഞാൻ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വന്ന ആളാണ്, ആരും ഉണ്ടായിട്ടില്ല എനിക്ക്, ഒറ്റയ്ക്ക് ഞാൻ ഇസ്ലാം അന്വേഷിച്ചിറങ്ങിയതാണ്. എൻ്റെ മനസ്സിലൊരാഗ്രഹം ഷഹാദത്ത് കലിമ ചെല്ലണം എന്ന് മാത്രമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു. കാരണം എനിക്കറിയില്ല ഇത് എവിടെയാണ്, ഏതാണ് ഇതിൻ്റെ എൻട്രി എന്നറിയാതെ ഒരുപാട് അലഞ്ഞു. അവസാനം അള്ളാഹു എനിക്കതിന് വഴി തുറന്നു തന്നു.
ഞാൻ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒറ്റയാനായി ഞാൻ ജീവിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ കൽബ് പൊട്ടി കരഞ്ഞൊരു സംഗതി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ്. കാര്യം എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല. എനിക്ക് ഫാത്തിഹ ഓതാൻ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നം, എനിക്ക് ഖുർആൻ്റെ ഒരു അദ്ലഫ് പോലും ഓതാൻ അറിയില്ല. എന്നാൽ എനിക്ക് ഋഗ്വേദം അറിയാം, അഥർവവേദം അറിയാം, സാമവേദം അറിയാം, വേദത്തിലെ ശ്ലോകങ്ങൾ അതിൻ്റെ മഖ്റജ് അനുസരിച്ച് ഉച്ചരിക്കാൻ അറിയാം. പക്ഷേ അള്ളാഹുവിൻ്റെ കലാം ഉച്ചരിക്കാൻ ഓതാൻ കഴിയില്ലല്ലോ എന്നോർത്ത് കരഞ്ഞ് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു എനിക്ക് നല്ല ഒരു അധ്യാപകനെ തന്നു. ആ അധ്യാപകൻ ഞാൻ പഠിച്ച്, ആ അധ്യാപകൻ എനിക്ക് അറബി അക്ഷരം പഠിപ്പിച്ചത്. ആ അധ്യാപകൻ്റെ പേരാണ് ഉമർ അഹമ്മദ് അൽ മലൈബാരി. ഉമർ മൗലവിയുടെ ശിഷ്യനായി ഉമർ മൗലവിയിൽ നിന്നാണ് ഞാൻ ഖുർആൻ ഓതിപ്പഠിച്ചു തുടങ്ങിയത്. അത് അള്ളാഹു എനിക്ക് തന്ന തൗഫീഖാണ്. ഞാൻ വീണ്ടും ഖുർആൻ അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാൻ ശ്രമിച്ച് മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ എനിക്ക് വീണ്ടും ഒരു പ്രശ്നം. കാരണം വെച്ചാൽ എനിക്ക് ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഇതുപോലെ തന്നെ സഹായിക്കണം. പടച്ചവൻ എന്നെ ആ രൂപത്തിലാക്കല്ലേ. ഞാൻ ദുആ ചെയ്തു, പടച്ചവനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു എനിക്ക് ഞാൻ അർഹിക്കാത്തൊരു ജോലി, ഹൈ സാലറിയുള്ള ഒരു ജോലി എനിക്ക് അള്ളാഹു തന്നു. ഇന്നെനിക്ക് നല്ല സാലറി ഉണ്ട്. ഞാനതിന് യോഗ്യനല്ല, അത്രയും വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് നല്ല സാലറി ഉള്ളൊരു ജോബുണ്ട്. എന്നാലും ഞാൻ ഈ പള്ളിയിൽ സുബഹിക്കും മഗ്രിബിനും ഇശാഇനും എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഈ പള്ളിയിൽ ഇമാമ് നിൽക്കണം ഞാനാണ്. സുബഹിക്കും മഗ്രിബിനും ഇശാഇനും സാലറിക്ക് വേണ്ടിയല്ല, അതെൻ്റെ ആഗ്രഹമാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഖുർആൻ ഓതണമെന്ന് കൊതിച്ച ആളാണ് ഞാൻ, കരഞ്ഞ ആളാണ് ഞാൻ. അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നു. ഈ ജോലി കിട്ടിയ ആ കാലം, അല്ലെങ്കിൽ ഞാൻ ഓതി തുടങ്ങി പഠിച്ച് മനസ്സിലാക്കിയ കാലം മുതൽ ഈ പള്ളിയിലും മഗ്രിബിനും സുബഹിക്കും ഇശാഇനും ഞാൻ ഇമാമ് നിൽക്കുന്ന ആളാണ്. പിന്നെ അന്ന് അദ്ദേഹം ഉള്ളത് മറ്റക്കാട് പള്ളിയിലാണ്, നമ്മുടെ മറ്റക്കാട് പള്ളിയിലുള്ളത്. ഞാൻ അവിടെ ഇമാമ് നിൽക്കുന്ന ആളാണ്. ആ സന്ദർഭത്തിൽ വീണ്ടും അദ്ദേഹം പറയാണ്, പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സംഗതി, പടച്ചവനെ എനിക്കിപ്പോൾ ജോലിയായി, ജോബായി, ജീവിക്കാൻ വരുമാനമായി. ആ വരുമാനമുള്ള സന്ദർഭത്തിൽ പടച്ചവൻ എനിക്കൊരു വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ. കാരണം വെച്ചാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് വിവാഹം കഴിക്കാൻ പ്രയാസമാണ്. പെണ്ണ് കിട്ടുക എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാം പറയുമെങ്കിലും ഇടക്കിടക്ക് കാര്യത്തോടെടുക്കുമ്പോൾ നമ്മുടെ തനി സ്വഭാവം പുറത്തു വരും. ആ രൂപത്തിൽ വിവാഹം കഴിക്കാൻ കഴിയുമെന്നുള്ള പ്രയാസത്തിൽ ജീവിച്ചപ്പോൾ അള്ളാഹു എനിക്ക് അനുയോജ്യമായ ഒരു ഇണയെ അള്ളാഹു എനിക്ക് കൊണ്ടു തന്നു, എൻ്റെ ലൈഫിലേക്ക് കൊണ്ടു തന്നു. ഞാൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, പഠിച്ചവന് ഒരു വീടുണ്ടായിരുന്നെങ്കിൽ. കാരണം വെച്ചാൽ പണ്ട് ഒറ്റയാണ്, എവിടെയും കിടക്കാം, പക്ഷെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ. അള്ളാഹു ഞാൻ ദുആ ചെയ്തതുപോലെ എനിക്ക് വളരെ വേഗത്തിൽ വീട് പടക്കി തന്നു. അപ്പോൾ വീടായി, ജോലിയായി, ഭാര്യയായി. പിന്നെ ഞാൻ ആഗ്രഹിച്ചു പഠിച്ചവനൊരു കുട്ടി. കാരണം വെച്ചാൽ എൻ്റെ ഒരു ജീവിതത്തിലെ സന്തോഷത്തിന്, ആനന്ദത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അള്ളാഹു എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നു. ഏതാണ് ആ കുട്ടിക്ക് 6 മാസം 7 മാസമായിട്ടുള്ളൂ. എനിക്ക് അള്ളാഹു ഇപ്പോൾ ഒരു പെൺകുഞ്ഞിനെയും തന്നു. ഞാൻ ആളോട് ചോദിച്ചു, പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. പ്രശ്നം പറഞ്ഞാണല്ലോ തുടങ്ങിയത്. പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരിറ്റുന്നുണ്ട്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാചകം, ഇതൊക്കെ റബ്ബ് എനിക്ക് തന്നതാ. ചോദിച്ചത് മുഴുവനും അള്ളാഹു എനിക്ക് തന്നു. തന്നതിൽ ഏറ്റവും വലുത് ഹിദായത്താണ്. ഹിദായത്തിന് പുറകെ ദുനിയാവിൽ ഞാൻ ചോദിച്ചത് മുഴുവനും അള്ളാഹു എനിക്ക് തന്നു. പക്ഷേ തിരിച്ചു റബ്ബിനൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അള്ളാഹുവിന്, റബ്ബിന് തിരിച്ചു കൊടുക്കാൻ ഒരു നന്ദി, ഒരു ശുക്രായി, ഇതൊക്കെ തന്ന റബ്ബിന് ശുക്രായി ഒന്ന് തിരിച്ചു കൊടുക്കാൻ എനിക്ക് ഇതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ? ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ ഉരുകിപ്പോയി. കാര്യം ഇതുവരെ ഞാനത് ചിന്തിച്ചിട്ടില്ല, ഞാൻ ആലോചിച്ചിട്ടില്ല, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. പടച്ചോൻ എനിക്ക് തന്നത് ഒരുപാടുണ്ട് പറയാൻ. പക്ഷേ തിരിച്ച് ഞാൻ റബ്ബിന് എന്ത് കൊടുത്തു? നമ്മളെപ്പോഴും പറയും പഠിച്ചെടുക്കുക, അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു ആണോ? എപ്പോഴും പോയി പറയും, പഠിച്ചോനെ എല്ലാം തരാട്ടോ, എല്ലാം തരാം. എപ്പോഴും പോയി പറഞ്ഞു വരും, എന്ത്? ഇതൊക്കെ പടച്ചോൻ നിനക്ക് ഞാൻ തരും. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പഠിച്ചോനെ എൻ്റെ ജീവിതം നിനക്കാ തരും. എപ്പോ തരുമെന്ന് ഈ പറയണത്? എൻ്റെ മരണം നിനക്കാണ്. എപ്പോ, എങ്ങനെ കൊടുക്കുമെന്ന് ഈ പറയണത്? അപ്പോൾ നമ്മളൊരു തിരിച്ചറിവിൻ്റെ ദിവസമാകണമെന്ന്. ഒരു മടി, ഒരു അലസത അള്ളാഹിൻ്റെ വിഷയത്തിലില്ല. ബാക്കി നമുക്കുള്ളതെല്ലാം സെക്കൻഡറിയാണ്, 2ാം സ്ഥാനം. എൻ്റെ വിഷയം മുഴുവൻ എനിക്ക് 2ാം സ്ഥാനത്താണ്. നമ്മുടെ ഓരോ വിഷയവും 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനം റബ്ബിൻ്റെ വിഷയം, അള്ളാഹുവിൻ്റെ കാര്യം,
തൗഹീദിന്റെ വിഷയം, ദീനിന്റെ വിഷയം, അതാണ് ഒന്നാമത്, അതിനാണ് പ്രയോറിറ്റി. അതിനു വേണ്ടി എന്തും ഞാൻ സഹിക്കും, എന്ത് ത്യാഗവും ഞാൻ ചെയ്യും എന്ന് ചിന്തിക്കുന്നിടത്തെ ഇബ്രാഹിം നബിയുടെ ഈമാൻ വരൂ. അങ്ങനെ ചിന്തിക്കുന്നിടത്തെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഈമാൻ വരൂ. അങ്ങനെ ചിന്തിക്കുന്നിടത്തെ സ്വഹാബത്തിന്റെ ഈമാൻ വരൂ. അങ്ങനെ ചിന്തിച്ചവരവര്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അധികരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുത്തം സ്വാലിഹായ ഇരുത്തമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായി തീരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹു അവന്റെ ഏറ്റവും അല്ലിയിൽ അവൻ ആദരിച്ച് ബഹുമാനിച്ച് ഇരുത്തുന്ന ഇടങ്ങളിൽ അള്ളാഹു നമ്മെ ഇരുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ജന്മം നൽകിയവർ, അള്ളാഹു അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു സ്വാലിഹായ ജീവിതമാക്കി സ്വീകരിക്കുമാറാകട്ടെ. അവസാന ശ്വാസത്തിൽ, അന്തിമ ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരന്മാരെ,